നാവികസേന ബലാക്കോട്ടിൽ നടത്തിയ മിന്നലാക്രമണത്തിൽ 250 ഭീകരർ കൊല്ലപ്പെട്ടുവെന്നാണ് ബി.ജെ.പി. അധ്യക്ഷൻ അമിത്ഷാ ഇന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിൽ പറഞ്ഞത്. സൈന്യവും സർക്കാരും പറയാത്ത കണക്കുകൾ ബി.ജെ.പിക്ക് എങ്ങനെ കിട്ടിയെന്ന് തിരികെ ചോദിക്കുന്നു കോൺഗ്രസ്. സൈനിക നടപടികളെക്കുറിച്ചുള്ള സംശയ സ്വഭാവമുള്ള ചോദ്യങ്ങളെല്ലാം രാജ്യത്തിനെതിരാണെന്ന നിലപാട് ഉയർത്തിയാണ് ബി.ജെ.പിയുടെ പ്രതിരോധം. എത്ര നാൾ നിലനിൽക്കും ആ തന്ത്രം? രാജ്യരക്ഷാ നടപടികളെ രാഷ്ട്രീയവൽക്കരിക്കരുതെന്ന് പറഞ്ഞവർ തന്നെ ഇന്നിപ്പോഴതെല്ലാം തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദികളിലെ പ്രധാന വിഷയങ്ങളാക്കി മാറ്റിയിരിക്കുന്നു. സ്പെഷ്യൽ എഡിഷൻ പരിശോധിക്കുന്നു. സൈന്യത്തെ രാഷ്ട്രീയ കവചമാക്കുന്നതാര്? നമ്മളൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ബി.ജെ.പി. നേതാവ് ബി. ഗോപാലകൃഷ്ണൻ, CPIM നേതാവ് എ. സമ്പത്ത് MP, കോൺഗ്രസ് നേതാവ് ശ്രീ നിജേഷ് അരവിന്ദ്, മുൻ ആർമി ഓഫീസർ കേണൽ മോഹൻ പിള്ള എന്നിവരാണ്. ചർച്ചയിലേക്ക് ആദ്യം ശ്രീ നിജേഷ് അരവിന്ദ്, ഭീകരതക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ സർക്കാർ എടുക്കുന്ന എല്ലാ നടപടികളുടെയും ഒപ്പം നിലകൊള്ളുമെന്നതായിരുന്നുവല്ലോ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന. ആ നിലയിൽ നിങ്ങൾ മൗനം അവലംബിക്കുകയും ചെയ്തിരുന്നു അതുമായി ചേർന്ന് കുറേ ദിവസങ്ങളിൽ. പക്ഷേ ഇപ്പോൾ ഇന്നിപ്പോൾ നവജോത് സിംഗ് സിദ്ധു ചോദിക്കുന്നു, കടപുഴക്കിയത് നിങ്ങൾ ഭീകരവാദികളെയാണോ അതോ മരങ്ങളെയാണോ എന്ന്, രാജ്യത്തെ കബളിപ്പിക്കാൻ നോക്കുകയാണോ എന്ന വളരെ നിശ്ചിത സ്വഭാവമുള്ള ഒരു വിമർശന സ്വഭാവമുള്ള ചോദ്യം ചോദിക്കുകയാണ്. പി. ചിദംബരം അടക്കമുള്ള ആളുകൾ അമിത്ഷാ മുന്നോട്ട് വയ്ക്കുന്ന ഈ കണക്കിനെ വിമർശിച്ച് രംഗത്ത് വരികയും ചെയ്യുന്നുണ്ട്. അപ്പോൾ സൈന്യം നടത്തിയിട്ടുള്ള ഒരു ഓപ്പറേഷൻ, അതിൻ്റെ ഭാഗമായി അന്തരീക്ഷത്തിലുള്ള 250-നെയും 300-നെയും ഒക്കെ കണക്ക്, അതിനെ ചോദ്യം ചെയ്യാൻ മുന്നോട്ട് വരണം എന്ന നിലയെടുക്കാൻ നിങ്ങളെ പ്രേരിപ്പിച്ച ഘടകം എന്താണ്? കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇന്ത്യ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങൾ ഞങ്ങൾ ആദ്യം കൃത്യമായ മൗനം പാലിച്ചു, സപ്പോർട്ട് ചെയ്തു ഗവൺമെൻറ്റിനെ. രാജ്യം ഒരു വലിയ പ്രതിസന്ധിയെ നേരിടുന്ന സമയത്ത് രാഷ്ട്രീയം കളിക്കേണ്ട സാഹചര്യമല്ല എന്നറിയാമായിരുന്നു. ഞങ്ങൾ മൗനത്തിലായ സമയത്ത് അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങേയറ്റത്ത് കന്യാകുമാരി വന്ന് പാർട്ടി യോഗത്തിൽ പങ്കെടുത്ത് കൃത്യമായ അജണ്ട വെച്ച് തെരഞ്ഞെടുപ്പാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്ന് വരികൾക്കിടയിലൂടെ പറഞ്ഞ ഒരു ഗവൺമെൻറ്. ഇന്ന് വ്യോമസേനാ മേധാവി പറയാത്ത കണക്ക് ഇന്ന് അമിത്ഷാ പറയുന്നു 250 ആൾ മരിച്ചു. ആദ്യത്തെ ദിവസം എവിടുന്ന് വന്നു 350 ആളുകൾ മരിച്ചു എന്ന കണക്ക്? എന്ത് ബലാക്കോട്ട് അക്രമത്തെ പറ്റി, പ്രത്യാക്രമണത്തെ പറ്റിയുള്ള കൃത്യമായ വിവരം ഇതുവരെ പുറത്തേക്ക് വന്നു? ഒരു തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള അക്രമം എന്ന അവസ്ഥയിലേക്ക് മാറ്റപ്പെടുന്നു. ഞങ്ങൾ മാറ്റിയതല്ല, ഞങ്ങൾ മാറ്റാൻ ഉദ്ദേശിച്ചിട്ടുമില്ല. പക്ഷേ ഇന്ത്യയിലെ പട്ടാളക്കാരൻ്റെ അതിർത്തിയെ, ഈ രാജ്യത്തിൻ്റെ മൊത്തത്തിനെ ഇല്ലായ്മ ചെയ്യുന്ന അവസ്ഥയിലേക്ക് രാജ്യത്തിൻ്റെ ഭരണാധികാരികൾ മാറുന്നു. ശക്തമായ രീതിയിൽ ഇന്നലെ വരെ ഞങ്ങൾ അവലംബിച്ച മൗനം, ഇന്നലെ വരെ ഞങ്ങൾ കൊടുത്ത സപ്പോർട്ട്, അതിനെ 10 മടങ്ങ് ശക്തിയായിക്കൊണ്ട് ചൂണ്ടിക്കാണിക്കേണ്ട, വിളിച്ചു പറയേണ്ട, തെളിയിക്കേണ്ട ബാധ്യത പ്രതിപക്ഷ രാഷ്ട്രീയത്തിനുണ്ട്. ഈ രാജ്യത്തിന് നീണ്ട 7 പതിറ്റാണ്ടിൻ്റെ ചരിത്രമുണ്ട്. ആ ഒരു കാലത്തും കാണിക്കാത്ത ഒരവസ്ഥയിലേക്ക് ഇന്ത്യ. ആ കാര്യത്തിൽ പുൽവാമയിൽ വലിയ തോതിലുള്ള സെക്യൂരിറ്റി വീഴ്ച ഉണ്ടായി എന്ന് വിമർശിച്ചവരാണ് നിങ്ങൾ. അതിന് മറുപടി, തക്കതായ മറുപടി കൊടുത്തു എന്ന് വ്യാജമായ ഒരു കഥയുണ്ടാക്കി സർക്കാർ പ്രചരിപ്പിക്കുന്നു എന്ന സംശയമാണോ നിങ്ങൾ ഇപ്പോൾ ഉയർത്തുന്നത്? അത് വളരെ വ്യക്തമായതാണല്ലോ. 1000 ആളുകൾക്ക് മാത്രം കോൺവോയ് അടിസ്ഥാനത്തിൽ പോകേണ്ടിടത്ത് 2000 ആളുകളെ കൊണ്ടുപോയി എന്നും ഇന്റലിജൻസ് റിപ്പോർട്ടുകളെ അവഗണിച്ചു എന്നുള്ള വാർത്തകൾ പ്രചരിച്ചു കഴിഞ്ഞു, വന്നു കഴിഞ്ഞു. ഞങ്ങൾ അവിടെ മൗനം പാലിച്ചിരിക്കുന്ന ഒറ്റ കാരണം, മരണപ്പെട്ട 44 സൈനികർ, നിത്യേന മരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ. 2 ഭീകരരെ വധിച്ചു എന്ന് പറയുന്ന സമയത്ത് 6 ജവാന്മാർ മരിച്ചു, 8 ജവാന്മാർ മരിച്ചു എന്ന വാർത്ത വരുന്നു. 2 ഭീകരരെ വലുതാക്കി കാണിക്കുകയും 6 ആളുകളുടെ മരണത്തെ, 6 ആളുകളുടെ രക്തസാക്ഷ്യത്തെ അവഗണിക്കുകയും ചെയ്യുന്ന സാഹചര്യം. ഇന്ത്യ രാജ്യത്ത് മരിച്ചു വീഴുന്ന പട്ടാളക്കാരൻ്റെ ജീവന്റെ വില ഭരണകൂടം ഇനിയും തിരിച്ചറിഞ്ഞിട്ടില്ല. വളരെ കൃത്യമായിട്ടാണ് പറയുന്നത്. പുൽവാമ ആക്രമണത്തിൻ്റെ പേരിൽ ഒരു വലിയ ഒരവസ്ഥയുണ്ടാക്കിക്കൊണ്ട് രാജ്യം മുഴുവൻ ഞങ്ങൾ ഒരുമിച്ച് നിന്നു. ഈ രാജ്യത്തെ ഗ്രാമം മുഴുവൻ, രാജ്യത്തെ ജനങ്ങൾ മുഴുവൻ ഗവൺമെൻറ്റിനൊപ്പം നിന്നു. എന്നാൽ അതിൻ്റെ പിറ്റേ ദിവസം ഒരു തിരിച്ചടിയുടെ ബലാക്കോട്ടിലെ കഥ പറഞ്ഞ് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി, അതുപോലെ തന്നെ പാർട്ടിയുടെ അധ്യക്ഷൻ നാട് മുഴുവൻ നടന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിക്കുന്നു. അതിനെ ശക്തമായിട്ട് എതിർക്കാൻ നേരത്തെ സിധു ചോദിച്ച ചോദ്യം, ആരെയാണ് തകർത്തത്? ഈ ലോക രാജ്യങ്ങളുടെ ഇന്ത്യയുടെ സ്റ്റാൻഡ് കൃത്യമായി പറയാൻ ഈ ഗവൺമെൻറ് കഴിഞ്ഞോ എന്നുള്ള ചോദ്യമാണ് ഞങ്ങൾ ഉയർത്തുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട നിലപാട് ആ കാര്യത്തിൽ ഇപ്പോൾ സ്വീകരിക്കുകയാണ് കോൺഗ്രസ്. എ. സമ്പത്ത്, ഇവിടെ എല്ലായിടത്തും പ്രസംഗിക്കുന്നത് സൈന്യത്തിൻ്റെ പേരിൽ നടത്തിയിട്ടുള്ള ഈ വലിയ തിരിച്ചടിയെക്കുറിച്ചാണ് ബി.ജെ.പി. അമിത്ഷാ ആവട്ടെ ഇന്ന് അല്പം കൂടി കടത്തി കൊന്ന ഭീകരവാദികളുടെ കണക്ക് പോലും പ്രസംഗിക്കാൻ തയ്യാറായിരിക്കുന്നു. വലിയ സംശയം ഉയർത്തപ്പെടുന്നുണ്ട്. നമുക്കറിയാം, അന്താരാഷ്ട്ര തലത്തിലുള്ള നിഷ്പക്ഷ മാധ്യമങ്ങളടക്കം ഈ കാര്യത്തിൽ ഇന്ത്യ മുന്നോട്ട് വയ്ക്കുന്ന അറ്റാക്കിൻ്റെ സാധ്യതയെ ചോദ്യം ചെയ്ത് രംഗത്ത് വരുന്നുണ്ട്. ഈ ആക്രമണം വസ്തുതകളുടെ പിൻബലമുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് വ്യക്തതയില്ലാത്ത ഈ ആക്രമണം ഒരു പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വിഷയമാക്കി ബി.ജെ.പി. മാറ്റുമ്പോൾ അതിൽ വസ്തുതയുണ്ടോ എന്ന ചോദ്യം തിരികെ ചോദിച്ച് അതും ഒരു പ്രധാനപ്പെട്ട വിഷയമാക്കേണ്ടതുണ്ട് എന്ന് വിചാരിക്കുകയാണോ പ്രതിപക്ഷം? ഈ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ ഞാനൊരു സൈനിക ഓഫീസർ അല്ല.
എന്നാൽ ഇന്നത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ അധ്യക്ഷനും ഈ പറയുന്ന ചില സ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിന് വളരെ മുമ്പേ തന്നെ ആ സ്ഥലങ്ങൾ സന്ദർശിക്കാനും സൈനികരോടൊപ്പം സൈനിക ക്യാമ്പിൽ കഴിയാനും അസുലഭമായ ഭാഗ്യം, ഞാൻ ഇൻവെർട്ടഡ് കോമാസിൽ പറയുകയാണ്, 1997 11-ാം ലോക്സഭയുടെ കാലത്ത് അന്നത്തെ പ്രതിരോധ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ അംഗമായിരുന്ന ഞാൻ ജൂൺ 16 മുതൽ ഒരാഴ്ചക്കാലം അത്തരത്തിൽ ഈ ജമ്മു കാശ്മീരിലെ സംഘർഷഭരിതമായ മേഖലകളിലും സിയാച്ചിൻ ഉൾപ്പെടെ സന്ദർശിക്കാനും സൈനികരുമായും ഓഫീസർമാരുമായും ഇടപെടാനും കഴിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് ഞാൻ എഴുതിയ പുസ്തകമാണ്. ഞാൻ ആ യാത്ര കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ദേശാഭിമാനിയിൽ അത് ഖണ്ഡശ പ്രസിദ്ധീകരിച്ചത് പിന്നീട് പുസ്തകമായി പുറത്തിറക്കിയത് ഇന്ന് പാർലമെൻറ്റിൻ്റെ ലൈബ്രറിയിലടക്കമുള്ള ഈ പുസ്തകത്തിൽ നിന്ന് ഞാൻ ചില കാര്യങ്ങൾ താങ്കളുടെ കൂടി അറിവിലേക്ക് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ ജമ്മു കാശ്മീർ സംസ്ഥാനത്തിൽ ഇന്നിപ്പോൾ നമ്മൾ ഈ ചർച്ച നടത്തുന്ന വേളയിൽ കർണാടകത്തിലെ മുഖ്യമന്ത്രി കുമാരസ്വാമി അദ്ദേഹം തൻ്റെ പിതാവ് ദേവഗൗഡ പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടന്നിട്ടില്ല എന്ന് പറഞ്ഞത്, BJPയുടെ നേതാക്കൾ വേണമെങ്കിൽ ഈ ദേവഗൗഡയെ വല്ലാതെ കളിയാക്കുന്നതിൽ അവർക്കെല്ലാം വളരെ പ്രാഗൽഭ്യമാണ്. കാരണം ഈ ചില BJP നേതാക്കളുടേതുപോലുള്ള ഹിന്ദി അദ്ദേഹത്തിന് അങ്ങനെ വഴങ്ങുന്നതല്ല, ഇംഗ്ലീഷ് തന്നെ മുറിച്ചുള്ള ഇംഗ്ലീഷാണ് അദ്ദേഹത്തിൻ്റെത്. ഈ ഞാനന്ന് ഇപ്പോൾ ഇതിൽ പങ്കെടുക്കുന്നതായിട്ടുള്ള സൈനിക ഓഫീസർ കൂടിയായിരുന്ന ചങ്ങാതിക്ക് ഈ അന്നത്തെ ജമ്മു കാശ്മീർ സംസ്ഥാനത്തിൻ്റെ മുഴുവനും ചുമതലയുണ്ടായിരുന്ന ലഫ്റ്റനൻറ്റ് ജനറൽ കൃഷൻ പാലിനെ ചിലപ്പോൾ നേരിട്ട് വ്യക്തിപരമായി അറിയുമായിരിക്കും. 1990 മുതൽ 97 ജൂൺ 15 വരെ 5357 ഭീകരർ വധിക്കപ്പെട്ടു. 21,019 പേർ പിടികൂടപ്പെട്ടു. 1701 പേർ കീഴടങ്ങി. 1994-നും 97-നും ഇടയ്ക്ക് 412 വിദേശ കൂലിപ്പടയാളികൾ കൊല്ലപ്പെട്ടു. 12 പേർ പിടികൂടപ്പെട്ടു. ഇപ്പോൾ സാധാരണയായി ഇന്ത്യൻ സൈന്യവുമായി അവസാനം വരെ ഏറ്റുമുട്ടി നിൽക്കാൻ കാശ്മീരി തീവ്രവാദികൾ തയ്യാറാകുന്നില്ല. എന്നാൽ ഒരു ഏറ്റുമുട്ടൽ രംഗത്ത് വിദേശ കൂലിപ്പടയാളികൾ ആദ്യം ചെയ്യുന്നത് ഈ ചെറുപ്പക്കാരെ തന്നെ വെടിവെച്ച് കൊല്ലുക എന്നതാണ്. ഞാൻ ഈ പോകുന്ന കാലത്ത് എന്നോട് പട്ടാള ഓഫീസർമാർ, ഞാൻ ഉൾപ്പെടെയുള്ള അന്ന് BJP നേതാക്കളായിട്ടുള്ളവരുണ്ട്, ശ്രീ മൽക്കാനി, അദ്ദേഹം ഒന്നും ജീവിച്ചിരിപ്പില്ല, BJPയുടെ നേതാവാണ്, അദ്ദേഹം ഉൾപ്പെടെയുള്ളവർ പലരുമുണ്ട്. ഞങ്ങൾക്കിത് ക്ലാസ് പോലെ തന്നെ കാര്യങ്ങളും സ്ഥിതിവിവര കണക്കുകളുമായി ഞങ്ങളോട് അന്ന് പറഞ്ഞതാണ്. ഇത് ഇത്തരം കാര്യങ്ങളൊന്നും രഹസ്യമല്ല, ഇത് ഡീക്ലാസിഫൈഡ് എന്നൊക്കെ പറയാവുന്നത് പോലെയുള്ള കാര്യമാണ്. അഫ്ഗാനിസ്ഥാനിൽ നിന്നാണ് കൂലിപ്പടയാളികൾ വന്നുകൊണ്ടിരുന്നത്. ഒരു അഫ്ഗാനി കൂലിപ്പടയാളിക്ക് അന്നത്തെ 1996-97 കാലത്ത് ഒരു വർഷത്തെ അവരുടെ പ്രതിഫലം എന്നുള്ളതൊരു പാക്കേജാണ്. ആ പാക്കേജ് 2 ലക്ഷം രൂപയാണ്. അവർ അതിർത്തി കടന്നെല്ലാം വന്നുകൊണ്ടിരുന്നതൊന്നും ആയുധങ്ങളുമായിട്ടൊന്നുമില്ല, ആ ആയുധങ്ങൾ വേറെ രീതിയിലാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ഇവിടെ നാം അറിയേണ്ടതായിട്ടുള്ളൊരു കാര്യം, ഇന്ത്യ എന്ന രാഷ്ട്രത്തെ നിലനിർത്താനും മുന്നോട്ട് കൊണ്ടുപോകാനും നമ്മളെല്ലാവരും ചുമതലപ്പെട്ടവരാണ്. ഞാൻ ബാധ്യത എന്നല്ല പറയുന്നത്, നമ്മുടെ ചുമതലയാണ്, നമ്മുടെ കടമയാണ്. കാരണം ഈ രാഷ്ട്രം നിലനിൽക്കുന്നത് നമ്മളെല്ലാവരും, ഈ രാഷ്ട്രം നിലനിൽക്കുന്നുവെങ്കിൽ പിന്നെ നമ്മളാരും മരിക്കുന്നില്ല എന്ന് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറഞ്ഞതുപോലെ BJP നേതാക്കൾക്ക് ഇപ്പോൾ ആ പേര് തന്നെ ഉച്ചരിക്കുന്നതിന് വളരെ ബുദ്ധിമുട്ടുണ്ടായേക്കും. ഇവിടെ വാസ്തവത്തിൽ കാശ്മീരിൻ്റെ പ്രശ്നം എന്നത് രാഷ്ട്രീയ പരിഹാരമാണ് ആവശ്യം. അത് രാഷ്ട്രീയമായ പരിഹാരം തേടേണ്ടത് സിവിലിയൻ ഗവൺമെൻറ്റുകളാണ്. ആ സിവിലിയൻ ഗവൺമെൻറ്റുകളിൽ അത് BJPയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ആയിരുന്നാലും അതല്ല കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റുകളായിരുന്നാലും അവിടെ സംഭവിച്ചിട്ടുള്ള ദുരന്തം എന്നുള്ളത് അവിടെ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന പഞ്ചായത്ത് മുതൽ പാർലമെൻറ്റ് വരെയുള്ള അവരുടേതായിട്ടുള്ള അവരുടെ അധികാരം, ആ അധികാരം കവർന്നെടുക്കുക എന്നുള്ളതാണ്. നിയമസഭകൾ അവരുടെ അധികാരം കവർന്നെടുക്കുക, പിരിച്ചുവിടുക, ഭ്രൂണഹത്യ നടത്തുക എന്നുള്ളതാണ്. പട്ടാളത്തെ സംബന്ധിച്ചിടത്തോളം ലോകത്തിലെ ഏറ്റവും അച്ചടക്കവും ചിട്ടയുമുള്ള സൈന്യങ്ങളിലൊന്നാണ് ഇന്ത്യയുടെ പട്ടാളം എന്നത്. അവർ ഒരിക്കലും ഇന്ത്യയിലെ സിവിലിയൻ കാര്യങ്ങളിൽ അവർ ഇടപെട്ടിട്ടില്ല. അവർക്ക് ഒരുപാട് പ്രയാസങ്ങൾ പലപ്പോഴും നേരിട്ടിട്ടുണ്ട്, അത് മുമ്പും നേരിട്ടിട്ടുണ്ട്, ഇപ്പോഴും നേരിട്ടിട്ടുണ്ട്. ഒന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ഈ ഒരർത്ഥത്തിൽ ഈ മെൻ ഇൻ ദ യൂണിഫോം, അപ്പുറത്ത് സിവിലിയൻ ആയിട്ടുള്ള ഉദ്യോഗസ്ഥർ, ഇവർ വാസ്തവത്തിൽ ഈ നമ്മുടെ പല വളരെ കഷ്ടതയാർന്ന സാഹചര്യങ്ങളിൽ പണിയെടുക്കുന്നവരായിട്ടുള്ള ഇന്ത്യൻ സൈന്യത്തിൻ്റെ ജവാന്മാർ മുതൽ ഓഫീസർമാർ വരെയുള്ളവർ അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ പലപ്പോഴും കൃത്യമായി പഠിച്ചത് പരിഹരിക്കപ്പെടുന്നില്ല. ഇവിടെ നമ്മുടെ നേർക്കുണ്ടായ ആക്രമണം, ആ ആക്രമണം വാസ്തവത്തിൽ ഒഴിവാക്കാമായിരുന്നതിലെ അത്തരത്തിലുള്ള ചർച്ചകൾ പലതുമുണ്ട്. അത് മറ്റൊരു കാര്യം, ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. എയർ ലിഫ്റ്റ് ചെയ്യപ്പെടേണ്ടതായിരുന്നില്ല, ഇവരെല്ലാം സിറ്റിംഗ് ഡക്ക് പോലെ ഇങ്ങനെ തന്നെ ആക്കണമായിരുന്നു. ഒരു വല്ലാത്ത ടെറൈനാണ്, കീഴ്ക്കാൻ തൂക്കായ സ്ഥലമാണ്, എന്തും സംഭവിക്കാം. അവിടെയെല്ലാം വാസ്തവത്തിൽ ഈ ഒരു കുരുതി ഒഴിവാക്കേണ്ടതായിരുന്നില്ലേ എന്നുള്ളത് സമയ ചുരുക്കം കൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. ഇത് ഞാൻ പറയാനുണ്ടായ കാര്യം, ഇതിലൊരു പക്ഷേ ആ സ്ഥലങ്ങളിലേക്ക് അടക്കം പോയിട്ടുള്ള 2 പേരേ ഉള്ളൂ, 2 പേര് മാത്രമേ ഇതിലുള്ളൂ. അതൊന്ന് മുൻ ആർമി ഓഫീസറാണ്, മറ്റൊന്ന് പാർലമെൻറ്റ് അംഗമായിട്ടുള്ള ഞാനാണ്. നിങ്ങൾ 3 പേരും ഈ സ്ഥലങ്ങൾ കണ്ടിട്ടുള്ളവരല്ല, ഈ സ്ഥലങ്ങളിൽ നേരിട്ട് പോയിട്ടുള്ളവരല്ല, ഈ സ്ഥലങ്ങളുടേതായിട്ടുള്ള ഗ്രൗണ്ട് റിയാലിറ്റി എന്തെന്നുള്ളതിനെ പറ്റി ഇപ്പോഴും അറിയില്ലാത്തവരാണ്. ഞാൻ കഴിഞ്ഞ വർഷവും ഇതിൽ ചില സ്ഥലങ്ങളിൽ വീണ്ടും പോയതാണ്, അതിൻ്റെ 3ാമത്തെ സന്ദർശനമാണ്. ഞാനിപ്പോൾ ഈ കാര്യത്തെക്കുറിച്ച് പറയുന്നത്,
ഇന്ത്യയുടെ ആർമി ആയാലും നേവി ആയാലും എയർഫോഴ്സ് ആയിരുന്നാലും അവർ ചെയ്യേണ്ടതായ ചുമതല ചെയ്യണം. അവർക്ക് നാം ആ വിധത്തിലുള്ള അഭിനന്ദനവും അവർക്ക് പിന്തുണയും എല്ലാം നൽകണം. അത് ഏറ്റെടുത്ത് പറയേണ്ടതും അതിനെ സംബന്ധിച്ച് പറയേണ്ട കാര്യങ്ങൾ എന്നെ പോലുള്ളവരോ അതല്ല എങ്കിൽ ഇന്ത്യയുടെ മന്ത്രിമാരായിട്ടുള്ളവരോ അല്ല പറയേണ്ടത്. പറയേണ്ട ആളുകൾ ആ കാര്യത്തിൽ സൈന്യമാണ് വ്യക്തത വരുത്തേണ്ടത് എന്നാണ് താങ്കൾ മുന്നോട്ട് വെക്കാൻ ആഗ്രഹിക്കുന്ന ആദ്യത്തെ പോയിന്റ് ഞാൻ മനസ്സിലാക്കുകയാണ്. ശ്രീ ബി ഗോപാലകൃഷ്ണൻ, ഇന്നിപ്പോ ഈ സർജിക്കൽ സ്ട്രൈക്കുമായി ബന്ധപ്പെട്ട് BJP നേതാക്കൾ മുന്നോട്ട് വെക്കുന്ന കഥകളെ ചോദ്യം ചെയ്യാൻ കോൺഗ്രസ് രംഗത്ത് വന്നിരിക്കുകയാണ്. അതിൽ തന്നെ അമിത്ഷാ പറയുന്നു 250 ആളുകളെ കൊന്നിട്ടുണ്ട് എന്ന്. അമിത്ഷാ പറയുന്നത് സർക്കാരിന്റെ ഔദ്യോഗികമായ സ്രോതസ്സിൽ നിന്നുള്ള വിവരമാണോ ശ്രീ ബി ഗോപാലകൃഷ്ണൻ? എനിക്ക് ആദ്യമേ പറയാനുള്ളത്, എൻ്റെ സുഹൃത്ത് സമ്പത്ത് വളരെ വാചാലമായിട്ട് അദ്ദേഹത്തിൻ്റെ അവകാശവാദങ്ങളും അദ്ദേഹം എഴുതിയ പുസ്തകവും ഒക്കെ പറഞ്ഞു. ഞാൻ ആ പുസ്തകം വളരെ സ്നേഹപൂർവ്വം ഞാൻ സമ്പത്തിനോട് പറയാം, സമ്പത്തെ നിങ്ങളുടെ നേതാവുണ്ടല്ലോ കോടിയേരി ബാലകൃഷ്ണൻ, അദ്ദേഹത്തിൻ്റെ ഒരു പ്രാവശ്യമെങ്കിലും അത് വായിക്കാൻ പറഞ്ഞു കൊടുക്കണം. കാരണം ജമ്മു കാശ്മീരിലെ ഇന്ത്യയുടെ സൈന്യം ബലാത്സംഗം നടത്തുകയാണ്. ജമ്മു കാശ്മീരിലെ ഇന്ത്യയുടെ സൈന്യം അവിടുത്തെ ദേശവാസികളെ വല്ലാതെ ക്രൂരമായിട്ട് അവരോട് പെരുമാറുകയാണ്. അവിടുത്തെ പൊതുവെയുള്ള സൈന്യത്തിൻ്റെ സമീപനം ജമ്മു കാശ്മീരിലെ പ്രാദേശികവാസികൾക്ക് എതിരാണ്. സ്ത്രീകളോടും അപമര്യാദയെ പെരുമാറുന്നു. ഇതൊക്കെ നിരന്തരം പ്രസംഗിച്ച് നടക്കുന്ന ആളാണ് കോടിയേരി ബാലകൃഷ്ണൻ. താങ്കൾ ഈ പറഞ്ഞ വീരസാഹസികമായിട്ടുള്ള താങ്കളുടെ അവിടുത്തെ അഭിപ്രായവും സൈന്യത്തിൻ്റെ സമീപനവും ഒക്കെ ആ കോടിയേരി ബാലകൃഷ്ണൻ ഒന്ന് പറഞ്ഞു കൊടുക്കുന്നത്. ആദ്യം ഞങ്ങളെയൊക്കെ പഠിപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ പാർട്ടിക്കൊന്ന് പറഞ്ഞു കൊടുക്കുക. അതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ പറഞ്ഞു ധാരാളം ചർച്ചയുണ്ട്, എയർലിഫ്റ്റ് ചെയ്യണം. എന്താണ് എൻ്റെ സമ്പത്തെ, നിങ്ങൾ MP ആണല്ലോ. ഞാൻ MP അല്ല, ഞാൻ പാർലമെൻറ്റിൽ വന്നിട്ടില്ല. ഞാൻ അത്യാവശ്യം പുസ്തകങ്ങൾ വായിച്ചിട്ട് പറയുകയാണ്, എയർലിഫ്റ്റ് ചെയ്യാൻ പറ്റുമോ ഇത്ര ഏറെ സൈനികരെ? ഒരിക്കലും എയർലിഫ്റ്റ് ചെയ്യാൻ പറ്റില്ല. എവിടേക്കാണ് എയർലിഫ്റ്റ് ചെയ്യുക? എയർലിഫ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് കരസേന മേധാവി തന്നെ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. എയർലിഫ്റ്റ് ചെയ്യാൻ പറ്റില്ല. എയർലിഫ്റ്റ് ചെയ്യണമെങ്കിൽ ചെയ്താൽ തന്നെ എയർലിഫ്റ്റ് ചെയ്ത സ്ഥലത്ത് നിന്ന് വീണ്ടും സേനാ മേഖലയിലേക്ക് പോകേണ്ടത് റോഡ് മാർഗമാണ്. എന്ന് മാത്രമല്ല, എയർലിഫ്റ്റ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ കാരണവും സൂചിപ്പിച്ചിട്ടുണ്ട്. എയർലിഫ്റ്റ് പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളിങ്ങനെ പറഞ്ഞ് മാത്രമല്ല, ഈ SOPയുടെ വിഷയമുണ്ട്. നിങ്ങൾക്ക് ഇതൊക്കെ നല്ല പരിചയമുള്ള ആളാണല്ലോ. SOPയിൽ മായം ചേർത്തതാര? 2003 SOPയിൽ മായം ചേർത്തത് അവിടുത്തെ കോൺഗ്രസ് PDP സർക്കാരാണ്. എന്തുകൊണ്ടാണ്? SOPയുമായി ബന്ധപ്പെട്ടിട്ട് അന്ന് അവിടെ സൈനിക വ്യൂഹം പോകുമ്പോൾ പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു വെഹിക്കിളും പോകാൻ പാടില്ല എന്നുള്ളത് SOPയിലുള്ളതാണ്. 2003 കാലഘട്ടത്തിലെ PDP കോൺഗ്രസ് ഗവൺമെൻറ് ആണത് എടുത്തു കളഞ്ഞത്, സിവിലിയൻസിന് ബുദ്ധിമുട്ടുണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ കണ്ടില്ല എന്ന് നടിച്ചിട്ട് നിങ്ങൾ MP ആയിരിക്കാം, ഞങ്ങൾ MP അല്ല, അതുകൊണ്ട് ഈ കാര്യങ്ങളൊന്നും പറയുന്നത് ശരിയല്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഞാൻ അങ്ങ് ചോദിച്ച ചോദ്യത്തിലേക്ക് വരികയാണ്. സുഹൃത്തെ, വിജയ് ഖോഖലെ എന്ന് പറയുന്നത് ആരാണ്? വിജയ് ഖോഖലെ എന്ന് പറയുന്നത് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഒരു ഗവൺമെൻറ് ഒഫീഷ്യലാണ്. ഫോറിൻ അഫയേഴ്സുമായി ബന്ധപ്പെട്ട സെക്രട്ടറിയാണ് വിജയ് ഖോഖലെ. അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്താ വന്നത്? അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ നിങ്ങളോട് പറയാം. ദ ലാർജ് നമ്പർ ഓഫ് ദ ടെററിസ്റ്റ് വർ എലിമിനേറ്റഡ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് പറഞ്ഞത് വിജയ് ഖോഖലെ ആ BJP കാരനൊന്നുമല്ല, ഗവൺമെൻറ് ഒഫീഷ്യലാണ്. രണ്ടാമത്തെ കാര്യം, 7 തെളിവ് ഇന്നത്തെ ഒരു ഇംഗ്ലീഷ് മീഡിയ വൈകുന്നേരം 6 മണിക്ക് 7 തെളിവുകൾ പറഞ്ഞിരിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് ജെയ്ഷയുടെ സഹോദരൻ ഉമ്മർ. ആ ഉമ്മർ പറഞ്ഞിരിക്കുന്നു ഞങ്ങൾക്ക് വന്നിരിക്കുന്ന നഷ്ടത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ വളരെ ലേറ്റസ്റ്റ് ആയിട്ട് 300 ടെലിഫോൺ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഫുൾ ചാർജിലായിരുന്നു 300 ടെലിഫോൺ. അത് ഒഫീഷ്യൽ പോസ്റ്റിംഗ് ആയിട്ട് വന്നിരിക്കുന്നു. പിന്നെ ഒരു എയർ സ്ട്രൈക്ക് എന്ന് പറഞ്ഞാൽ, ഞാൻ പട്ടാളക്കാരനല്ലെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്ന ആളായതുകൊണ്ട് പറയാം, ഒരു എയർ സ്ട്രൈക്ക് എന്ന് പറഞ്ഞാൽ എത്ര എണ്ണം എടുക്കണം എന്നുള്ളതല്ല, കൃത്യമായിട്ടുള്ള ടാർഗറ്റ് ചെയ്തോ ഇല്ലയോ എന്നുള്ളതാണ്. എണ്ണം എടുക്കേണ്ടത് ഞങ്ങളുടെ ജോലിയല്ലായിരുന്നു. ഞങ്ങൾ ലക്ഷ്യങ്ങളിലേക്ക് ഞങ്ങൾക്ക് ആക്രമണം നടത്താൻ കഴിഞ്ഞോ എന്നതുമാണ് ഞങ്ങളുടെ നോട്ടമെന്ന് ഇന്ന് വ്യോമസേന മേധാവി പറഞ്ഞു. ഞാൻ ചോദിക്കുന്നത് BJP അധ്യക്ഷൻ അമിത്ഷായ്ക്ക് മാത്രം 250ന്റെ കണക്ക് എങ്ങനെ കിട്ടി എന്ന ചോദ്യമാണ്. ശ്രീ ഗോപാലകൃഷ്ണൻ, BJP അധ്യക്ഷൻ അമിത്ഷായ്ക്ക് മാത്രം 250ന്റെ കണക്ക് എങ്ങനെ കിട്ടി എന്ന ചോദ്യമാണ് കോൺഗ്രസ് ഇന്ന് ചോദിക്കുന്നത്. സർക്കാർ എവിടെയെങ്കിലും ഔദ്യോഗികമായ ഒരു എണ്ണം പറഞ്ഞിട്ടില്ല. താങ്കൾ നേരത്തെ പറഞ്ഞ വിജയ് ഖോഖലെ എണ്ണം പറഞ്ഞിട്ടില്ല. സർക്കാർ ഇപ്പോൾ ഈ സർവകക്ഷി യോഗത്തിൽ എണ്ണം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇന്നിപ്പോൾ വ്യോമസേന മേധാവിയോടുള്ള ചോദ്യത്തിലും ഞങ്ങൾക്ക് എണ്ണം അറിയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്.
പക്ഷെ നിങ്ങൾ ഈ പ്രസംഗിക്കുന്ന 250 എവിടെ നിന്ന് വന്നു എന്നാണ് പ്രതിപക്ഷം ചോദിക്കുന്നത്. അതിന് വ്യക്തത വേണമല്ലോ. അതിന്റെ സ്രോതസ് ഏതാണെന്ന് വിശദീകരിക്കണം. ഇങ്ങനെ മാധ്യമങ്ങളിൽ പശ്ചാത്തല വിവരങ്ങൾ ഉണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിലല്ല. മാധ്യമങ്ങൾ പലതിനും പല കണക്കാണ്. അത് ഔദ്യോഗികമായി എടുക്കാൻ കഴിയില്ല. പല കഥകളും മാധ്യമങ്ങളിലുണ്ട്. അതുകൊണ്ട് സർക്കാർ സ്രോതസ്സിൽ നിന്നുള്ള വിവരമാണോ അമിത്ഷാ പ്രസംഗിക്കുന്നത് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. വളരെ തിരിച്ചൊരു കാര്യം ഞാൻ അങ്ങോട്ട് ചോദിക്കുകയാണ്. നിങ്ങൾ ഈ ചോദ്യം 250 പേര് വധിക്കപ്പെട്ടു എന്ന് ബഹുമാനപ്പെട്ട അമിത്ഷാ പറഞ്ഞതല്ല നിങ്ങൾ ചർച്ചയാക്കേണ്ടത്. നിങ്ങൾ ചർച്ചയാക്കേണ്ടത് നമ്മുടെ ഈ ഇന്ത്യയിലെ സൈന്യം ജെയ്ഷെ മുഹമ്മദിൻ്റെ തീവ്രവാദ കേന്ദ്രം റൂട്ട് ഔട്ട് ചെയ്ത് അവരുടെ അടിവേര് തകർത്തപ്പം നിങ്ങൾ ഏത് ടെററിസ്റ്റ് ക്യാമ്പിലാണ് നിങ്ങൾ ബോംബിട്ടത്? ടെററിസ്റ്റ് ക്യാമ്പിലല്ല, നിങ്ങൾ അടിവേര് തകർത്തത് ഏതോ മരത്തിൻ്റെതാണ്. നിങ്ങൾ മരത്തിൻ്റെ മുകളിലാണ് ബോംബിട്ടത് എന്ന് പറഞ്ഞതാരാ? കോൺഗ്രസിൻ്റെ നേതാവാണ് സിദ്ധു. ആ സിദ്ധു പറഞ്ഞതിന് വേണം കോൺഗ്രസ് മറുപടി ചോദിക്കാൻ. അതിനെക്കുറിച്ച് വേണം നമ്മൾ ചർച്ച ചെയ്യാൻ. അല്ല, ആ സിദ്ധു പറഞ്ഞതിന് മറുപടി ഉണ്ടോ എന്നാണ്. ആ സിദ്ധു ഈ രാജ്യത്തെ ഒരു പൗരനാണല്ലോ. അദ്ദേഹം ചോദിക്കുകയാണ്, അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം നമ്മളെ ഇകഴ്ത്തും വിധത്തിലുള്ള റിപ്പോർട്ടുകൾ ഗ്രൗണ്ട് റിപ്പോർട്ടായി നൽകുന്നു. ഏതാണ്ട് എല്ലാ പ്രധാനപ്പെട്ട അന്തർദേശീയ മാധ്യമങ്ങളും ഇതിന് തെളിവില്ല എന്ന് ആവർത്തിച്ചു പറയുകയാണ്. അപ്പോൾ ആ തെളിവ് പുറത്തുവിടുക എന്നതിൻ്റെ ഉത്തരവാദിത്തമുണ്ടല്ലോ. അത് വിടാതിരിക്കുകയും പശ്ചാത്തലത്തിൽ അനൗദ്യോഗികമായ കഥകൾ ഇങ്ങനെ പ്രചരിക്കുകയും ചെയ്യുമ്പോൾ ആശയക്കുഴപ്പം സ്വാഭാവികമാണ്. ശ്രീ ഗോപാലകൃഷ്ണൻ, ഇന്ത്യ വിരുദ്ധ മനോഭാവമുള്ളവർക്ക്, നരേന്ദ്രമോദി വിരുദ്ധ മനോഭാവമുള്ളവർക്ക്, സൈന്യത്തെയും എപ്പോഴും അപലപിക്കുന്ന ആളുകൾക്ക് അവർക്ക് അങ്ങനത്തെ പരിഭ്രമം ഉണ്ടാവും. അത് സംശയമല്ല. വീണ്ടും നരേന്ദ്രമോദി തിരിച്ചു വന്നാലോ എന്ന ഭയമാണ്. എനിക്ക് ആ ഭയമില്ല. ഈ നാട്ടിലെ ജനങ്ങൾക്കും ആ ഭയമില്ല. ഞങ്ങൾ സൈന്യത്തെ വിശ്വസിക്കുന്നു, ഇന്ത്യ ഗവൺമെൻറ്റിനെ വിശ്വസിക്കുന്നു. അതുകൊണ്ട് എയർ സ്ട്രൈക്ക് നടത്തിയെന്ന് സൈന്യം പറയുമ്പോൾ സൈന്യത്തിൻ്റെ കൂടെ നിന്ന് ഞങ്ങൾ നടത്തിയെന്ന് പറയുന്നു. വലിയ ലാർജ് നമ്പറിൽ അവിടെ ആളപായമുണ്ട് എന്ന് ഗവൺമെൻറ് പറയുമ്പോൾ ചില ആളുകൾ 400 പറയും, ചില ആളുകൾ 300 പറയും, ചില ആളുകൾ 250 പറയും, ചില ആളുകൾ അങ്ങനെ സംസാരിച്ചെന്ന് വരും. പക്ഷേ സ്വാഭാവികമായിട്ടും അവിടെ ഒന്നും നടന്നിട്ടില്ല. അവിടെ ഒരു മരത്തിൻ്റെ അടിവേര് പോലും അർത്തില്ല. അവിടെ എവിടെയോ കൊണ്ട് ബോംബിട്ടിട്ട് പോയി എന്ന സമീപനമാണ് കോൺഗ്രസിൻ്റെ. അതുകൊണ്ടാണ് പ്രധാനപ്പെട്ട 5 കോൺഗ്രസ് നേതാക്കന്മാരുടെ ചിത്രവും അവരുടെ അഭിപ്രായവുമാണ് ഇന്ന് പാകിസ്ഥാൻ പത്രങ്ങൾ ഉദ്ധരിച്ചിരിക്കുന്നത്. പാകിസ്ഥാനിലെ ഹീറോ ആണ് ഇന്ത്യയിലെ കപിൽ സിബൽ. പാകിസ്ഥാനിലെ ഹീറോ ആണ് ഇന്ത്യയിലെ സിദ്ധു. ഇവിടുത്തെ മാത്രമല്ല, നരേന്ദ്രമോദിയുടേതുമുണ്ട്. റഫാൽ വിമാനങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ കൂടുതൽ എഫക്റ്റീവായ പ്രതിരോധം നടത്താമായിരുന്നുവെന്ന് മോദി പറഞ്ഞത് അവർക്ക് എഫക്റ്റീവായ പ്രതിരോധം നടത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന മോദിയുടെ കുറ്റസമ്മതമാണ് എന്ന നിലയ്ക്ക് അവിടെ ജിയോ TV പോലെയുള്ള സ്ഥാപനങ്ങൾ സംപ്രേഷണം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് കോൺഗ്രസ്സുകാരുടെ മാത്രമല്ല. ശ്രീ നിജേഷ് അരവിന്ദ്, നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് സൈന്യത്തെ വിശ്വാസമില്ലാത്തത്? കണ്ണടച്ച് നിങ്ങൾക്ക് സൈന്യത്തെ വിശ്വസിച്ചുകൂടാ എന്ന ചോദ്യം അദ്ദേഹം ചോദിക്കുന്നത്. അദ്ദേഹത്തിന്റെ ചോദ്യങ്ങളിൽ 1-2 കാര്യങ്ങൾ പറയാം. ഒന്ന്, രാജ്യവിരുദ്ധതയും നരേന്ദ്രമോദി വിരുദ്ധതയും കൂട്ടി യോജിപ്പിക്കേണ്ട. ഞങ്ങൾ നരേന്ദ്രമോദി വിരുദ്ധരാണ്. അത് നരേന്ദ്രമോദി എന്ന വ്യക്തിയോടല്ല, അദ്ദേഹത്തിന്റെ നയങ്ങളോടുള്ള വിരുദ്ധതയാണ്, സംശയം വേണ്ട. അതിനൊന്ന് കൂട്ടി യോജിപ്പിക്കേണ്ട. 2, അദ്ദേഹം BJPയുടെ നേതാവ് തെളിവായി ഈ ചാനൽ ചർച്ചയിൽ പറഞ്ഞത് ജെയ്ഷെ മുഹമ്മദിന്റെ ഉമർ അടയാളപ്പെടുത്തിയെന്ന. ഉമർ പറഞ്ഞിരിക്കുന്നു ഞങ്ങൾക്ക് നഷ്ടം വന്നു. നാണമുണ്ട് BJPക്ക് ഈ തരം പറയാൻ? ഞങ്ങൾ സൈന്യം പറയുന്നത് കേൾക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. അമിത്ഷാ പറയുന്നത് കേൾക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരല്ല. ഞങ്ങൾ ചോദിക്കുന്നത്, അമിത്ഷാ പറഞ്ഞു 300 പറഞ്ഞു 250 പറഞ്ഞു, BJPയുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കണം നിങ്ങൾ. ആ കണക്കിനെ പറ്റി, അമിത്ഷാ പറഞ്ഞ കണക്കിനെ പറ്റി വ്യക്തമായി പറയാൻ നിങ്ങൾക്ക് ധാരണയുണ്ടോ? ഇന്ന് പാകിസ്ഥാനിലെ പത്രങ്ങൾക്കകത്ത് കോൺഗ്രസ് നേതൃത്വം എന്ന് നിങ്ങൾ അങ്ങനെ കൈ ചൂണ്ടി പറയണ്ട. ഞങ്ങൾ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറ. സിധു മരക്കൊമ്പിൽ വീണു എന്ന് പറഞ്ഞതാണ് ചർച്ച ചെയ്യേണ്ടതെന്ന് BJPയുടെ നേതാവ് പറയുന്നു. BJPയുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ പറഞ്ഞ 250 കണക്ക് ചർച്ച ചെയ്യേണ്ടതെന്നാണോ? കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഭാരതം ലോകം ചർച്ച ചെയ്യുന്നത് നിങ്ങൾ പ്രൊപ്പഗേറ്റ് ചെയ്ത 350 കണക്കാണ്. ഇന്ന് നിങ്ങൾ പറയുന്നു 300 ചാർജർ കിട്ടി, അതാണ് വലിയ തെളിവ് എന്ന്. BJPയെ പോലെയുള്ള പ്രസ്ഥാനത്തിന് തെളിവുകളില്ലാതെ ഒളിച്ചോടേണ്ട അവസ്ഥയിലേക്ക് പോകുന്ന വല്ലാത്തൊരവസ്ഥയാണ്. ഇവിടെ ഇപ്പോൾ നമ്മുടെ ആഭ്യന്തരമായി നടക്കുന്ന ചർച്ചകൾ മാത്രം എടുത്താൽ പോരല്ലോ. പുറത്തും മാധ്യമങ്ങൾ, ഇപ്പം പ്രധാനപ്പെട്ട പല അന്തർദേശീയ മാധ്യമങ്ങളും ഈ ഇന്ത്യയിൽ പ്രചരിക്കുന്ന 300-350 കണക്ക് ഒരു തെളിവുമില്ല എന്ന് ആവർത്തിക്കുകയാണ്. പാകിസ്ഥാൻ ഇപ്പോൾ വനനശീകരണത്തിന്റെ പേരിൽ കേസ് കൊടുക്കാൻ പോകുന്നു എന്നൊക്കെയും കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇതിലൊരു ആശയക്കുഴപ്പമുണ്ട്. അന്തർദേശീയ മാധ്യമങ്ങൾ വരുന്ന ഈ ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ അടക്കം പരിശോധിച്ചാണ് കോൺഗ്രസ് ഇങ്ങനെ ഒരു കർക്കശമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്നത്. വ്യക്തത വരുത്താനുള്ള ഉത്തരവാദിത്തം ആർക്കാണ്? ശ്രീ മോഹൻ പിള്ള, ഇവിടെ ആർമി ഓഫീഷ്യൽസിനോട് ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് ആ കാര്യത്തിൽ ബോധ്യമുണ്ട്, പക്ഷേ കണക്കിൻ്റെയും വിശദാംശത്തിൻ്റെയും കാര്യം തീരുമാനിക്കേണ്ടത് സർക്കാരാണെന്ന് പറയുന്നു അവർ. സർക്കാരാവട്ടെ സൈന്യത്തിന് സമ്പൂർണ്ണമായ സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട് എന്നും പറയുന്നു. വിവരം പക്ഷേ പുറത്തേക്ക് വരുന്നില്ല. അങ്ങനെ പുറത്തേക്ക് വന്നാൽ പാകിസ്ഥാനെ കൂടുതൽ കോർണർ ചെയ്യാൻ കൂടി കഴിയുമല്ലോ. അപ്പോൾ അത് ഉണ്ടാവാത്തത് എന്തായിരിക്കും ശ്രീ മോഹൻ പിള്ള?
ഇവിടെ ശരിക്കും പുൽവാമ അറ്റാക്കിന് ശേഷം നാളിതുവരെ നടന്നിട്ടുള്ള സംഭവങ്ങൾ നോക്കിയാൽ ഇന്നത്തെ ഈ ചർച്ചയിൽ ഞാൻ കാണുന്നത് അത് കോർ ഇഷ്യൂവിൽ നിന്ന് നമ്മൾ ഒളിച്ചോടുകയാണ്. എന്താണ് അതിന് ശേഷം ഗ്രൗണ്ട് റിയാലിറ്റിയിൽ ചർച്ച ചെയ്യേണ്ടത്, അതൊന്നും ചർച്ച ചെയ്യുന്നില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്തഛിദ്രം ഇന്ത്യയിൽ തന്നെ ഉണ്ടെന്നുള്ളത് പുറം ലോകത്തെ അറിയിക്കുകയാണ് രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും കൂടി ചേർന്ന്. ശരി, ഞാൻ സമ്മതിക്കുന്നു, രാഷ്ട്രീയ പാർട്ടികളുടെ അളവറ്റ സൈനിക സ്നേഹം ഞാൻ പറയാൻ പാടില്ല, എന്നാലും ഞാൻ പറയുകയാണ്. ഈ പുൽവാമ കോൺവോയ് പോയി കഴിഞ്ഞതിന് ശേഷം, ഇൻസിഡൻ്റ് ഉണ്ടായതിന് ശേഷം എൻ്റെ ഓഫീസിൽ നിന്ന് തന്നെ അടുത്തുള്ള CRPFൻ്റെ ഒരു ജവാനോട് ഞാൻ ഇൻഡയറക്റ്റ്ലി ചോദിച്ചു ജസ്റ്റ്. അപ്പോൾ കിട്ടിയ മറുപടി എന്താണ്? പുള്ളിയുടെ ഒരു സഹോദരൻ, അതായത് ക്ലോസ് റിലേറ്റീവ് തന്നെ ഒരു CRPF ജവാനാണ്, തിഹാർ ജയിലിലാണ്. കാരണം എന്തെന്ന് ചോദിച്ചാൽ, ഈ ജമ്മു ആൻഡ് കാശ്മീർ ഗവൺമെൻറ്റിൻ്റെ ശ്രീനഗറിൽ ഒരു MCP ഉണ്ട്. കാര്യം മൊബൈൽ ചെക്ക് പോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഈ വണ്ടികളെല്ലാം ചെക്ക് ചെയ്യുന്ന ചെക്ക് പോസ്റ്റുകൾ ഉണ്ടാക്കും. സെക്യൂരിറ്റി ചെക്കിലൂടെ മാത്രമേ പോവുകയുള്ളൂ. ഈ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ സമയത്ത് ആ ചെക്ക് പോസ്റ്റിലൂടെ ഒരു സിവിലിയൻ വണ്ടി വരികയും സെക്യൂരിറ്റി നിയമം അനുസരിച്ച് തടഞ്ഞു നിർത്തിയപ്പോൾ നിർത്താതെ ഓടിച്ചു പോവുകയും ഒന്നാമത്തെ ക്രോസ് പോയി, രണ്ടാമത്തെ ക്രോസും പോയി, മൂന്നാമത്തെ ക്രോസ് ഇടിച്ചു തകർത്തപ്പോൾ ആ സൈനികൻ ആ വണ്ടി വെടിവെച്ച് വീഴ്ത്തി, ഒരാൾ മരണപ്പെട്ടു. എന്തൊരു അട്ടഹാസമായിരുന്നു! അന്നേരപ്പോൾ തന്നെ ഔട്ട് ഓഫ് വേയിൽ കോർട്ട് ഓഫ് എൻക്വയറി നടത്തി ആ സൈനികനെ ജയിലിലാക്കാൻ ഇവിടെയുള്ള നിങ്ങളുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, BJP ആയിട്ട്, കമ്മ്യൂണിസ്റ്റ് ആയിട്ട്, കോൺഗ്രസ് ആയിട്ട് എല്ലാവരും കൂടി ചേർന്ന് ആ സൈനികൻ്റെ മനോബലം നിർവീര്യമാക്കുന്നതിൻ്റെ തക്ക ഫലമാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഏതെങ്കിലും ഒരു സൈനികൻ ആത്മാർത്ഥതയോടെ ഏതെങ്കിലും ഒരു വണ്ടി തടഞ്ഞു നിർത്തി ചെക്ക് ചെയ്യാൻ ധൈര്യം വരുമോ? നാളെ ജോലി ഉണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയുന്നത്? അത്തരം ചില പരിമിതികൾ താങ്കൾക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ട്. എന്റെ ചോദ്യം ഈ കാര്യത്തിൽ താങ്കൾ ഇതിലേക്ക് വരാമോ? നമ്മുടെ വിഷയം ഇതായി പോയല്ലോ സി മോഹനൻ പിള്ള. ഇതിനകത്ത് നോക്കൂ, ഇവിടെ തെളിവുകൾ പുറത്തു വരുന്നില്ല എന്ന പ്രശ്നമാണ് ഉന്നയിക്കുന്നത് ഒരു കൂട്ടം ആളുകൾ. അന്താരാഷ്ട്ര തലത്തിലും ഒരു പ്രധാനപ്പെട്ട ചർച്ചയാണത്. അതുകൊണ്ട് തെളിവുകൾ വേഗം പുറത്തുവിട്ട് പാകിസ്ഥാനെ അടക്കം പ്രതിരോധത്തിലാക്കുക. രാഷ്ട്രീയമായി ഇവിടുത്തെ എതിരാളികളെയും പ്രതിരോധത്തിലാക്കാൻ സർക്കാരിന് കഴിയുമല്ലോ. അത് ചെയ്യുന്നില്ല എന്നൊരു പ്രശ്നമുണ്ടോ? അസാധാരണമായ ഒരു വൈകൽ താങ്കൾ കാണുന്നുണ്ടോ? തീർച്ചയായിട്ടും അതിനകത്ത് ഇപ്പോഴത്തെ ഈ ഇലക്ഷൻ സീസൺ ആണല്ലോ. ഈ ഇലക്ഷൻ സീസൺ ആയതുകൊണ്ട് അത് പൊളിറ്റിസൈസ് ചെയ്യാൻ എല്ലാവരും ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതൊരു വാസ്തവമാണ്. അതെല്ലാവർക്കും അറിയുകയും ചെയ്യാം. പക്ഷേ കാണേണ്ട സംഭവം, അവിടെ യാതൊന്നും സംഭവിച്ചില്ല എങ്കിൽ പാകിസ്ഥാൻ വിത്തിൻ നോ ടൈം എന്തിന് റിയാക്ട് ചെയ്തു? ഒരിക്കലും റിയാക്ട് ചെയ്യാത്ത പാകിസ്ഥാൻ അവിടെ എന്തെങ്കിലും സംഭവിച്ചാൽ പോലും ഒന്നും സംഭവിച്ചില്ല എന്ന് ആദ്യം തന്നെ പറയുകയും അറ്റാക്ക് LOC ക്രോസ് ചെയ്തിട്ടില്ല എന്ന് പറയാനും എപ്പോഴും ശ്രമിക്കുന്ന പാകിസ്ഥാൻ ആദ്യം തന്നെ വന്ന് അഡ്മിറ്റ് ചെയ്തു, ഇന്ത്യയുടെ വ്യോമാക്രമണം ഉണ്ടായി എന്ന് അഡ്മിറ്റ് ചെയ്തു. ഒന്ന്. രണ്ടാമത്, അങ്ങനെയാണെങ്കിൽ ആ സൈറ്റിലോട്ട് അത് കഴിഞ്ഞ ഉടനെ തന്നെ പാകിസ്ഥാൻ റെഗുലർ ആർമി കോർഡൺ ഓഫ് ചെയ്തിട്ട് വെച്ചിരിക്കുകയാണ്. അവിടോട്ട് ആർക്കും പോകാൻ പറ്റില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ, പക്ഷേ ഞാൻ അത് എത്ര കാഷ്വാലിറ്റി ഉണ്ട് എന്ന് പറയാൻ ഞാൻ ആളല്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ഈ ക്യാമ്പ് ടോട്ടലി എം ടി ആകുമെന്ന് ഒരു കാരണവശാലും എനിക്ക് വിശ്വാസമില്ല. പക്ഷേ ഒരു പുൽവാമ അറ്റാക്ക് ഉണ്ടായപ്പോൾ തീർച്ചയായിട്ടും ക്യാമ്പിൽ നിന്ന് കുറേ ആൾക്കാരെങ്കിലും, അതായത് അറ്റാക്ക് ചെയ്യുമെന്നുള്ളത് എല്ലാവർക്കും അറിയാമായിരുന്നു, ക്യാമ്പിൽ നിന്ന് കുറേയെങ്കിലും ആൾക്കാർ അവിടെ നിന്ന് മാറി നിൽക്കാനുള്ള സാധ്യതയുണ്ട് തീർച്ചയായിട്ടും. പക്ഷേ ആരുണ്ട്, എന്തുണ്ട് എന്നുള്ളതിനകത്തോട്ട് ഉള്ള കണക്കിലോട്ട് ഞാൻ കടക്കുന്നില്ല. ഒന്ന്. രണ്ടാമത് ഒരു കാര്യം കൂടെ പറയേണ്ടത്, കാര്യം എയർഫോഴ്സിനെ സംബന്ധിച്ചിടത്തോളം ടാർഗറ്റ് ഹിറ്റ് ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള ഉദ്ദേശം. അവിടെ ശത്രു രാജ്യത്ത് പോയി വിത്തിൻ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് ഹിറ്റ് ചെയ്തിട്ട് ബോംബിട്ട് തിരിച്ചു വരുമ്പോൾ ആ ബോംബ് വീണതിന് ശേഷം അവിടെ എത്ര പേര്, എത്ര മരങ്ങൾ, അല്ലെങ്കിൽ എത്ര ആൾക്കാർ, എത്ര ക്യാമ്പ്, എത്ര ലൊക്കേഷൻ, ആ ഡാമേജ് അങ്ങനെ കൗണ്ട് ചെയ്യാൻ അവർക്ക് കഴിയില്ല. ആ കഴിയില്ല എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നില്ല BJP നേതാക്കൾ. അവർ കണക്കുകൾ പ്രചരിപ്പിക്കുകയാണെന്നതാണ് കോൺഗ്രസിന്റെ ഇഷ്യൂ. ഞാൻ വരാം. മോദി ഈ കാര്യത്തിൽ പറയുന്നത് സൈന്യത്തെ കുറിച്ച് സംശയ സ്വഭാവമുള്ള ചോദ്യം ചോദിക്കുന്ന എല്ലാവരും സൈന്യത്തിനെതിരാണ്, നാടിനെതിരാണ് എന്നാണ്. അങ്ങനെ നമുക്ക് ചോദ്യം ചെയ്യാൻ കഴിയില്ലേ? സൈന്യം പറയുന്നതിന്
മുഴുവൻ നമ്മൾ ഞാൻ കണ്ണടച്ച് രാഷ്ട്രീയത്തിലോട്ട് വിശ്വസിക്കണമോ കടക്കുന്നില്ല. അല്ലെങ്കിൽ സൈന്യത്തിന്റെ പേരിൽ വരുന്ന വാർത്തകളെ കണ്ണടച്ച് വിശ്വസിക്കണമോ എന്നത് പ്രധാനമാണ്. ശ്രീ ഗോപാലകൃഷ്ണൻ, ഇപ്പൊ താങ്കൾ നേരത്തെ ഈ MEAയുടെ പ്രതിനിധി സംസാരിച്ചതിനെ കുറിച്ച് പറഞ്ഞല്ലോ, എക്സ്റ്റേണൽ അഫയേഴ്സിന്റെ. നോക്കൂ, കഴിഞ്ഞ ദിവസം SS അലുവാലിയയെ പോലെ വളരെ പ്രധാനപ്പെട്ട ഒരാൾ പറയുന്നത്, നിങ്ങളെന്തിനാണ് കണക്കുകളെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നത്? ഞങ്ങൾ ഔദ്യോഗികമായി എന്തെങ്കിലും കണക്കുകൾ പുറത്തുവിട്ടിട്ടുണ്ടോ? പ്രധാനമന്ത്രിയോ അമിത്ഷായോ ആരെങ്കിലും കണക്കിനെക്കുറിച്ച് എന്തെങ്കിലും അവകാശവാദം ഉന്നയിച്ചോ? പിന്നെ എന്തിന് ഇത്തരം ചോദ്യങ്ങൾ തിരികെ ചോദിക്കണമെന്നാണ്. അതുമാത്രവുമല്ല, കൊല്ലുകയായിരുന്നില്ല, നിങ്ങളുടെ ക്യാമ്പുകൾക്ക് തൊട്ടടുത്ത് വരെ എത്താൻ ശേഷിയുള്ളവരാണ് ഞങ്ങളെന്ന് തെളിയിക്കുകയായിരുന്നു അറ്റാക്കിൻ്റെ ഉദ്ദേശം എന്നുവരെ അദ്ദേഹം പറഞ്ഞു. പിന്നീട് അദ്ദേഹം അത് തിരുത്തി പറയുകയും ചെയ്തു. ഈ നിലയിൽ ഇപ്പോൾ എക്സ്റ്റേണൽ അഫയേഴ്സിൻ്റെ പ്രതിനിധി അങ്ങനെ പറഞ്ഞുവെന്ന് താങ്കൾ പറയുമ്പോൾ, അതിനേക്കാൾ പ്രധാനപ്പെട്ട ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് അടക്കമുള്ള ആളുകൾ വലിയ ആശയക്കുഴപ്പമുണ്ടാക്കുന്ന അല്ലെങ്കിൽ സൈന്യത്തിൻ്റെ അവകാശവാദത്തെ തകിടം മറിക്കുന്ന പ്രസ്താവനകൾ നടത്തിപ്പോന്നിട്ടുണ്ട്. അപ്പോൾ വ്യക്തത പിന്നെയും വേണ്ടേ? ആ ആവശ്യത്തിന് കൂടുതൽ പ്രസക്തിയില്ലേ? മമതയും സിദ്ധുവും ഒക്കെ ചോദിക്കുന്നത് വ്യക്തത വേണമെന്ന്. അത് ചോദിക്കാൻ അവർക്ക് റൈറ്റ് ഉണ്ടല്ലോ. അങ്ങനെ ചോദിക്കുന്നവരെല്ലാം രാജ്യദ്രോഹികളാണെന്ന് നിങ്ങൾക്ക് പറയാം, പക്ഷെ അവരുടെ അവകാശം ഇല്ലാതാവുന്നില്ല. ഒരേ സമയത്ത് രണ്ട് ഭാഷ സംസാരിക്കരുത്, അത്രയേ ഉള്ളൂ. ജനാധിപത്യത്തിൽ എന്തു വേണേൽ ചോദിക്കാം, എന്തു വേണേൽ പറയാം, പക്ഷെ ഒരേ സമയത്ത് രണ്ട് വാദം പറയരുത്. ഒരു പശുവിൻ്റെ പേരിൽ രാജസ്ഥാനിലോ UPയിലോ ആരെങ്കിലും പരിക്കേൽക്കുകയോ കൊല ചെയ്യപ്പെടുകയോ ചെയ്താൽ ഇതേ സമ്പത്തും ഇതേ കോൺഗ്രസും പറയുന്നത് നരേന്ദ്രമോദി സംസാരിക്കണമെന്നാണ്. നരേന്ദ്രമോദി മിണ്ടുന്നില്ല, നരേന്ദ്രമോദി സംസാരിക്കണം. ഇപ്പോൾ രാജ്യത്തിൻ്റെ ഒരു വിഷയത്തിൽ നരേന്ദ്രമോദി സംസാരിക്കുമ്പോൾ നരേന്ദ്രമോദി സംസാരിക്കുന്നു എന്നാണ്. ഇത് ശരിയല്ല. അതുകൊണ്ടാണ് കേരള കൗമുദിയിൽ കഴിഞ്ഞ ദിവസം ഒരു 4 ദിവസം മുമ്പ് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ, സ്ഥിരം കമ്മ്യൂണിസത്തിന് വേണ്ടി എഴുതുന്ന ആൾ ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. അത് വായിക്കേണ്ട ലേഖനമാണ്. വളരെ കൃത്യതയോടുകൂടി അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ്, എങ്കിലും ഞാൻ എഴുതുന്നു ഇത് ശരിയല്ല, ഇവിടുത്തെ പല കോൺഗ്രസ് അടക്കമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി അടക്കമുള്ള രാഷ്ട്രീയക്കാരുടെ കാര്യം പറഞ്ഞിട്ട്. നേരത്തെ ഞാൻ സംസാരിച്ച സമയത്ത് എന്നോട് പറഞ്ഞു, ഗോപാലകൃഷ്ണൻ പറഞ്ഞത് ശരിയല്ല എന്ന് പറഞ്ഞു. ഇന്ന് ടൈംസ് നൗ എന്ന് പറയുന്ന ഇംഗ്ലീഷ് ചാനൽ 6 എവിഡൻസ് വെളിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ എവിഡൻസ് ആണ് ഞാൻ പറഞ്ഞത്, ദ ഓഡിയോ മെസ്സേജ് ഓഫ് ജെയ്ഷെ കമാൻഡർ അമ്മറിൻ്റെത്. രണ്ടാമത്തത് അത് അവർ കൊണ്ടുവന്നിരിക്കുന്നത് ഇൻറ്റേർണൽ പബ്ലിക്കേഷൻ ഓഫ് ജെയ്ഷെ മുഹമ്മദിൻ്റെ ഇൻറ്റേർണൽ പബ്ലിക്കേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. മൂന്നാമത് ഇമേജറി ഫ്രം ദ സിന്തറ്റിക് അപ്പാർച്ചർ റഡാറിൻ്റെ സിന്തറ്റിക് അപ്പാർച്ചർ ഇമേജ് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. നാലാമത്തത് കൺഫെഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പാക് മിനിസ്റ്റർ ഷേഖ് റഷീദിൻ്റെ കൺഫെഷൻ സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് 4 എണ്ണം. ഇനി 2 കൂടി അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ 6 എവിഡൻസ് ക്ലിയർ ആയിട്ട് നമ്മൾ വാഷിങ്ടൺ പോസ്റ്റിനെ കുറിച്ചോ യൂറോപ്പിലെ ന്യൂയോർക്ക് ടൈംസിനെ കുറിച്ചോ പറയുമ്പോൾ ഇന്ത്യയിലെ ഇംഗ്ലീഷ് മാധ്യമങ്ങൾ കൊണ്ടുവന്നത് നമുക്ക് വിശ്വസിക്കാൻ വയ്യ. അല്ലല്ല, അതിനെല്ലാം ഒരുപോലെ തന്നെ എടുക്കാൻ കഴിയും. ഇന്ത്യയിലെ ഇംഗ്ലീഷ് മാധ്യമങ്ങൾ എല്ലാവരും സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്നവരാണെന്ന് നിലപാട് സ്വീകരിക്കാൻ കഴിയില്ലല്ലോ. ഓരോരുത്തർക്കും വ്യക്തമായ രാഷ്ട്രീയമുണ്ട്. ഈ കാര്യത്തിൽ അത് വിടാം. ഇനിയിപ്പോൾ ഇന്ത്യൻ മാധ്യമങ്ങൾ ഇന്ത്യയോട് കുറച്ച് കൂറ് കാണിച്ചേക്കുമെന്ന് വിചാരിക്കാം. പക്ഷേ മാധ്യമങ്ങളെല്ലാം മാധ്യമങ്ങളാണ്. അത് സർക്കാരിൻ്റെ ഔദ്യോഗികമായ ജിഹ്വയൊന്നുമല്ല. അതുകൊണ്ട് അതിനെ വിശ്വസിക്കണമെന്ന നിർബന്ധ ബുദ്ധിക്ക് ഒരു യുക്തിയുമില്ല. ഞാൻ ചോദിക്കുന്നത്, നമ്മൾ എന്തിനാണ് ശ്രീ ബി ഗോപാലകൃഷ്ണൻ മാധ്യമ റിപ്പോർട്ടുകളെ ഉദ്ധരിച്ച് വളരെ പ്രയാസപ്പെടുന്നത്? സർക്കാരിൻ്റെ കയ്യിൽ സർക്കാരിൻ്റെ പെർമിഷൻ ഉണ്ടെങ്കിൽ തെളിവുകൾ പുറത്തുവിടാമെന്ന് ആർമി പറയുമ്പോൾ അല്ലെങ്കിൽ വ്യോമസേന പറയുമ്പോൾ അതിനെന്തുകൊണ്ട് നമ്മൾ അനുമതി കൊടുക്കുന്നില്ല? ലോകത്തെ പ്രധാനപ്പെട്ട മീഡിയയെ മുഴുവൻ നമ്മൾ പറയുന്നത് നുണയാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് വസ്തുത പുറത്തുവിട്ടുകൊണ്ട് അവരെയും പാകിസ്ഥാനെയും എല്ലാം പ്രതിരോധത്തിലാക്കാമല്ലോ. അല്ലാതെ ഈ പറയുന്ന സ്വകാര്യ മാധ്യമങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടുവരുന്ന തെളിവുകളെ കുറിച്ച് നമ്മൾ എന്തിന് കൂടുതൽ പ്രയാസപ്പെട്ട് വിശദീകരിക്കണം? ഒമാമ ഈ ബിൻ ലാദനെ അമേരിക്കക്കാർ കൊണ്ടുവന്നപ്പോൾ അന്ന് തന്നെ അതിൻ്റെ തെളിവ് വെളിവിട്ടോ? ഇല്ലല്ലോ. അതെന്തുകൊണ്ടാണ് വിടാതിരുന്നത്? ഈ പറഞ്ഞ ലോകമാധ്യമങ്ങളെക്കുറിച്ചിട്ടാണല്ലോ ഇവിടെ വാദോരാതെ ചില ആളുകൾ സംസാരിക്കുന്ന സമ്പത്തൊക്കെ. അപ്പോൾ അവർക്ക് സംസാരിക്കാം ലോകമാധ്യമങ്ങളെക്കുറിച്ച്. ഇന്ത്യൻ മാധ്യമത്തെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കതൊരു വിഷമമൊന്നുമില്ല. ഇന്ത്യൻ മാധ്യമങ്ങൾ ശരിയല്ല എന്ന് പറയുന്നു, അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ശരിയും പറയുന്നു. ഇത് രണ്ടിനെയും ഒരേ നിലയ്ക്ക് എടുക്കാൻ കഴിയൂ. സാർ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. നിങ്ങൾ ഒരേ നിലയ്ക്ക് എടുക്കുന്നതിൽ എനിക്ക് വിരോധമില്ലപ്പാ, ഒരേ നിലയ്ക്ക് എടുത്തോളൂ. പക്ഷേ വേൾഡിലെ ന്യൂയോർക്ക് ടൈംസും വാഷിങ്ടൺ പോസ്റ്റും പറയുന്നതാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഇന്ത്യയിലെ മാധ്യമം പറയുന്നത് നമ്മൾ വിശ്വസിക്കുന്നില്ല. ഇന്ത്യയിലെ ഫോറിൻ സെക്രട്ടറി പറയുന്നത് നമ്മൾ വിശ്വസിക്കുന്നില്ല. ഇമ്രാൻഖാൻ പറയുന്നതാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഇമ്രാൻഖാന് സമാധാനത്തിന് നോബൽ സമ്മാനം കൊടുക്കണമെന്നാണ് കോൺഗ്രസിൻ്റെ നേതാവ് പറയുന്നത്. ഏത് കഴിഞ്ഞ 4 മണിക്കൂറിനുള്ളിൽ ഈ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട അഭിനന്ദനെ ഇന്ത്യക്ക് കൈമാറാൻ നിൽക്കുന്ന സമയത്ത് 48 അറ്റാക്കാണ് ഇന്ത്യക്കെതിരെ. ആ ഇമ്രാൻഖാനെയാണ് നോബൽ സമ്മാനം കൊടുക്കണം സമാധാനത്തിനെന്ന് കോൺഗ്രസ്സുകാർ പറയുന്നത്. ഈ കോൺഗ്രസ്സുകാരല്ലേ സ്ട്രൈക്കിന്? നിനക്ക് ഒരു മിനിറ്റ്, ഞാൻ തീർത്തോട്ടെ. താങ്കൾ വെറുതെ പറഞ്ഞു പോയിട്ട് കോൺഗ്രസ് അങ്ങനെ അപകടത്തിലാക്കല്ലേ? ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ് അങ്ങനെ പറഞ്ഞു എന്ന് ഉത്തരവാദിത്തരാഹിത്യത്തോടുള്ള പരാമർശം നടത്തിപ്പോവരുതേ. കേൾക്കണില്ല.
അല്ല, കേൾക്കണില്ല, കോൺഗ്രസിന്റെ എന്താണെന്ന് ഏതോ ഒരു കേട്ടില്ല. നേതാവ് അപ്പോൾ അങ്ങനെ ഒരു പറയുന്നത് പരാമർശം ചോദിച്ചപ്പോൾ നടത്തിയെന്ന് നാട്ടുകാർ വിശ്വസിച്ച് കളയും. താങ്കൾ അത് പറഞ്ഞു പോയാൽ അത് ഇവിടെ നിന്ന് വന്നിട്ടുള്ള ശുപാർശയൊന്നുമല്ല. അയ്യോ, നാട്ടുകാർ വിശ്വസിക്കണ്ട സാർ, നാട്ടുകാർ വിശ്വസിക്കണ്ട. ഇന്നത്തെ അങ്ങനെയെങ്കിലും ഓക്കേ. മീഡിയയിലുള്ള ഇംഗ്ലീഷ് മീഡിയ കാണിച്ചുകൊണ്ടിരിക്കുക. അല്ല, അത് അത് ശരി. പറഞ്ഞത് ദിഗ്വിജയ് സിംഗ്, അദ്ദേഹം ആ വാക്ക് ഉപയോഗിച്ചിട്ടില്ല എന്നേ ഉള്ളൂ. ഞാനൊന്ന് പറയുന്നത് ആദ്യം ഒന്ന് കേട്ടിട്ട് താങ്കൾ ഇങ്ങോട്ട് ചോദിക്കേ. ഓക്കേ. അദ്ദേഹം നോബൽ സമ്മാനം കൊടുക്കണം എന്ന് പറഞ്ഞില്ല എന്നേ ഉള്ളൂ. പക്ഷെ പാക് മീഡിയ നോബൽ സമ്മാനം കൊടുക്കണം ഇമ്രാൻ ഖാന് എന്ന് പറഞ്ഞുകൊണ്ട് പാർലമെന്റിൽ പാക് പത്രങ്ങൾ ഇമ്രാൻ ഖാൻ നോബൽ സമ്മാനത്തിന് അർഹനാണ് എന്ന് വരെ പറഞ്ഞതിനെ പിന്താങ്ങിക്കൊണ്ടാണ് ഇവർ സംസാരിക്കുന്നത് എന്ന് പറഞ്ഞ് പാക് മീഡിയ കാണിച്ചത് ഇന്ന് ഇംഗ്ലീഷ് ചാനൽ കാണിക്കുന്നുണ്ട്. അദ്ദേഹം എന്താ പറഞ്ഞത്? ദിഗ്വിജയ് സിംഗ് എന്താ പറഞ്ഞത്? ഇത് ഇമ്രാൻ ഖാന്റെ ഔദാര്യമാണ്, ഇമ്രാൻ ഖാന്റെ വിശാല മനസ്സാണ് എന്നാണ് പറഞ്ഞത്. ദിഗ്വിജയ് സിംഗ് നിഷേധിക്കാൻ പറ്റുമോ? അതല്ലേ പറഞ്ഞത്. ഇനി ഞാൻ ചോദിക്കട്ടെ, കരസേന നടത്തിയ സർജിക്കൽ സ്ട്രൈക്ക് കരസേന നടത്തിയപ്പോൾ തെളിവ് ചോദിച്ചവരല്ലേ കോൺഗ്രസ്സുകാർ? തെളിവ് ചോദിച്ചവരല്ലേ മമത? അതേ സമയത്ത് 26/11 ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, ബോംബെയിൽ പാകിസ്ഥാൻ വന്ന് ആക്രമിച്ചു പോയപ്പോൾ ഇതിന്റെ പിന്നിൽ RSS എന്ന് പറഞ്ഞ ആളാണ് ഇതേ കോൺഗ്രസിന്റെ ദിഗ്വിജയ് സിംഗ്. വായി തോന്നിയത് കോതയ്ക്ക് പാട്ടുന്ന രീതിയിൽ സംസാരിക്കുക, ഒരു രാജ്യത്തിന്റെ സൈന്യത്തെ അവമതിക്കുക, ഒരു രാജ്യത്തിന്റെ സൈന്യത്തെ അവിശ്വസിക്കുക, ഒരു രാജ്യത്തിന്റെ സൈന്യത്തെ മോശമായ രീതിയിൽ പറയുക, അവർ ബലാത്സംഗക്കാരാന്ന് പ്രഖ്യാപിക്കുക, ഇതൊക്കെ ചെയ്തതിന് ശേഷം ശരി, ഞാൻ പറയാം. സമ്പത്ത്, നിങ്ങൾക്ക് ഈ രാജ്യത്തോട് കൂറുണ്ട് എങ്കിൽ, ഈ രാജ്യത്തിനൊപ്പമാണ് നിലകൊള്ളുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ സൈന്യം പറയുന്നതിനെ വിശ്വസിക്കണം. സൈന്യത്തിന്റെ പേരിൽ വരുന്ന അവകാശവാദങ്ങളെയും വിശ്വസിക്കണം. സംശയ സ്വഭാവമുള്ള ഒരു ചോദ്യവും ചോദിച്ചുകൂടാ. അങ്ങനെ ചോദിച്ചാൽ നിങ്ങൾ രാജ്യവിരുദ്ധരാക്കപ്പെടും. മോദിയെ എതിർക്കുന്നവർ, സൈന്യത്തെ എതിർക്കുന്നവർ രാജ്യവിരുദ്ധരാണ് എന്ന നിലയിലാണ് തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ മുഴങ്ങിക്കേൾക്കുന്ന വാചകങ്ങളെല്ലാം. നമ്മുടെ ചർച്ചയിലെ വിഷയത്തിൽ നിന്ന് വ്യതിചലിച്ചൊന്നും പോകേണ്ടതായിട്ടില്ല. നമ്മുടെ ഒരു ചങ്ങാതിയാണ് എങ്കിൽ ഈ പഞ്ചപാണ്ഡവന്മാർ കട്ടിൽക്കാല് പോലെ 3 എന്ന് പറഞ്ഞ് 2 വിരൽ പൊക്കിക്കാട്ടി തറയിൽ ഒരു വര വരയ്ക്കുന്നത് പോലെയാണ് ഈ തിരുവനന്തപുരം ഭാഷയിൽ ഞങ്ങൾ പറയുമ്പോൾ. അങ്ങനെ ഒരു ചങ്ങാതി ഇതിനകത്ത് വർത്തമാനം പറയുന്നുണ്ട്. എന്നെ ഞോണ്ടിയത് കൊണ്ടൊന്നും ഞാൻ വഴിതെറ്റി പോകാനായിട്ട് പോകുന്നില്ല. ഇവിടെ ഈ ചില ആളുകൾ പറയാത്തതെല്ലാം എടുത്ത് അവരുടെ വായ്ക്കകത്തേക്ക് കുത്തിത്തിരുകാനായി ആരെങ്കിലും ശ്രമിച്ചിട്ട് ഒരു കാര്യവുമില്ല. ഒന്നാമത്തെ കാര്യം, പാകിസ്ഥാന് ഇന്ത്യയോട് ഒരു യുദ്ധത്തിൽ ജയിക്കാനായി കഴിയില്ല. അത് ഈ 2 രാഷ്ട്രങ്ങളുടെയും തുടക്കം മുതൽ ഇപ്പോഴും ഇനിയും അതങ്ങനെ തന്നെ ആയിരിക്കും. ഇവിടെ ഒരു യുദ്ധം എന്തായാലും പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല. യുദ്ധം പ്രഖ്യാപിക്കുന്നു എങ്കിൽ ഇന്ത്യയുടെ രാഷ്ട്രപതിയാണ് ഭരണഘടന അനുശാസിക്കുന്ന വിധത്തിൽ ആ ഡിക്ലറേഷൻ നടത്തേണ്ടത്. അങ്ങനെ യുദ്ധം പ്രഖ്യാപിച്ചാലാണ് ഭരണഘടന അനുസരിച്ച് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. ആഭ്യന്തര അടിയന്തരാവസ്ഥ ഒരിക്കൽ മാത്രം 75-ൽ പ്രഖ്യാപിച്ച് 77-ൽ പിന്നെ വിളിച്ചത്. മറ്റെല്ലാം യുദ്ധവുമായി ബന്ധപ്പെട്ട അടിയന്തരാവസ്ഥയാണ്. ഇപ്പോൾ ഇവിടെ ഉണ്ടായിട്ടുള്ളത് യുദ്ധസമാനമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ പരിശ്രമം രാജ്യത്ത് അധികാരത്തിലുള്ള പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് ഉണ്ടാകുന്നതാണ്. നമ്മുടെ രാജ്യത്തിന് നേർക്ക് ഏതെങ്കിലും വിധത്തിലുള്ള ഭീഷണി ഉണ്ടായാൽ ആ ഭീഷണിയെ നേരിടുന്നതിന് സജ്ജമാണ് നമ്മുടെ ഈ സേനാ വിഭാഗങ്ങൾ എന്നുള്ള കാര്യത്തിൽ അതിൻ്റെ തലവന്മാർക്കും സംശയമില്ല, നമ്മുടെ സാധാരണ ജനവിഭാഗങ്ങൾക്കും സംശയമില്ല. അതവരുടെ ചുമതലയാണ്. ആ ചുമതല അവർ നിർവഹിക്കുക തന്നെ ചെയ്യും. അത്തരം കാര്യങ്ങൾ നിർവഹിക്കുന്നതിൽ അവരുടെ ഏതെങ്കിലും ഭാഗത്ത് അവരുടേതായ ഒറ്റപ്പെട്ട ഏതെങ്കിലും വീഴ്ചകൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവരുടെ നിയമാനുസരണമുള്ള അത്തരത്തിലുള്ള നടപടികളും കാര്യങ്ങളും ഉണ്ടാവും. കാരണം ഒരാൾ സൈനികനാണ് എന്നുള്ളത് കൊണ്ട്, എ മാൻ ഇൻ ദ യൂണിഫോം എന്നുള്ളത് കൊണ്ട് ഹി ഈസ് നോട്ട് ബിയോണ്ട് ദ പർവ്യൂ ഓഫ് ദ ലോ. അങ്ങനെ ഒന്നുമല്ല. അതെന്തായാലും അത്തരം കാര്യങ്ങളിൽ നിയമം അനുശാസിക്കുന്ന വിധത്തിലും നിയമാനുസരണവുമായിട്ടുള്ള എല്ലാ വിധത്തിലുള്ള കാര്യങ്ങളെയും നേരിടേണ്ടതായിട്ട് വരും. നമ്മളതിൽ വ്യസനിച്ചിട്ടും കാര്യമൊന്നുമില്ല. ഇവിടെ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കാനായി ശ്രമിക്കുന്നതാരാണ്? ഇത് എല്ലാ പാർട്ടികളുടെയും യോഗം വിളിച്ചു, സർവകക്ഷി യോഗം വിളിച്ചു. ആ യോഗത്തിൽ പങ്കെടുത്തത് പ്രധാനമന്ത്രിയല്ല. പതിവ് പോലെ തന്നെ പാർലമെൻറ്റിൽ വരാത്ത പ്രധാനമന്ത്രി, PMOയുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യത്തിനും മറുപടി നൽകിയിട്ടില്ലാത്ത പ്രധാനമന്ത്രി, പാർലമെൻറ്റിൽ പ്രസംഗിക്കേണ്ടുന്ന കാര്യങ്ങൾ, പ്രഖ്യാപിക്കേണ്ട കാര്യങ്ങൾ ഇന്ത്യക്ക് പുറത്തുപോയി പ്രഖ്യാപിക്കുന്നതായ പ്രധാനമന്ത്രി, അതൊരു പള്ളിക്കൂടം പിള്ളേർക്ക് തന്നെ അതൊരു നല്ല മാതൃകയല്ല. കാരണം പ്രധാനമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം വാസ്തവത്തിൽ ആര് പ്രധാനമന്ത്രിയായിരുന്നാലും 2 സഭയിലും ആ പാർലമെൻറ്റിൻ്റെ സമ്മേളന കാലയളവിൽ അത് ചെയ്യേണ്ടതായിട്ടുള്ള അത് സൈനികൻ്റെ ജോലി പോലെ ഇറ്റ്സ് എ ഡ്യൂട്ടി ഓഫ് ദ PM. അത്തരം കാര്യങ്ങളിൽ അത് പരാജയമായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട.
മറ്റൊരു കാര്യം ഈ കാര്യത്തെ സംബന്ധിച്ച് പറയാനുള്ളത്, ഇവിടെ എത്ര പേർ കൊല്ലപ്പെട്ടു, എത്ര പേർ കൊല്ലപ്പെട്ടില്ല, ഇതിനെ സംബന്ധിച്ച് ഈ നിങ്ങൾ മാധ്യമങ്ങളാണോ പറഞ്ഞത്? അല്ലല്ലോ. ഇങ്ങനെ ഈ കൊല്ലപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറയുന്നുവെങ്കിൽ ആരാണ് പറയേണ്ടത്? എവിടെയെല്ലാമാണ് ഇത്തരം കാര്യങ്ങൾ മുമ്പും സർജിക്കൽ സ്ട്രൈക്കുകൾ നടന്നിട്ടുണ്ട്. അത് ഇന്ത്യയുടെ പടിഞ്ഞാറ് മാത്രമല്ല, ഇന്ത്യയുടെ കിഴക്കും ഇത്തരം സർജിക്കൽ സ്ട്രൈക്കുകൾ നടന്നിട്ടുണ്ട്. ത്രിപുരയിൽ നിന്ന് ശരിയാണ്, ത്രിപുരയിൽ ഞങ്ങൾക്ക് ഭരണം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. എങ്കിൽ പോലും മണിക് സർക്കാർ അവിടെ മുഖ്യമന്ത്രിയായിരിക്കുന്ന വേളയിൽ അതിർത്തി കടന്നു വന്ന ഭീകരവാദികൾ, അതിർത്തിക്ക് അപ്പുറത്ത് താവളം ഉറപ്പിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നവരെ പലപ്പോഴും നമ്മുടെ സൈന്യം, അത് വ്യോമസേനയും അതുപോലെ തന്നെ കരസേനയും തിരിച്ച് ആ വിധത്തിൽ അവരെ പരാജയപ്പെടുത്തിയിട്ടുണ്ട്, അത് നശിപ്പിച്ചിട്ടുണ്ട്. അതെല്ലാം കൊട്ടിഘോഷിച്ച് ചെണ്ടയടിച്ച് നടന്ന് ഇങ്ങനെ ഞങ്ങൾ ചെയ്തേ, ഇങ്ങനെ ഞങ്ങൾ ചെയ്തേ എന്നുള്ള നിലയിലല്ല. കാരണം എന്താണ്, ഇത് ചെയ്യേണ്ടതായിട്ടുള്ള ആളുകൾ ആരാണോ അവർ അത്തരം കാര്യങ്ങൾ അവർ ഇന്ത്യയുടെ അതിർത്തി കാക്കുകയും ഇന്ത്യയിൽ സമാധാനം അവർ ഉറപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അതല്ലാതെ ഇത് രാഷ്ട്രീയ പാർട്ടികൾ തെരുവിൽ നിന്ന് പറയുമ്പോൾ സ്വാഭാവികമായും BJP നേതാക്കൾ അപ്പുറത്തു നിന്ന് പറയുമ്പോൾ പ്രതിപക്ഷ നേതാക്കൾ ഇപ്പുറത്തു നിന്ന് പറയും, പ്രതിപക്ഷ നേതാക്കൾ ഇപ്പുറത്തു നിന്ന് പറയുമ്പോൾ മറ്റു പല ആളുകളും അപ്പുറത്തു നിന്ന് പറയും. മാധ്യമങ്ങളിൽ പറയുന്നത് വെച്ചിട്ടാണെങ്കിൽ ഇപ്പോൾ ആർക്കെങ്കിലും ഇംഗ്ലീഷ് ചാനലിൽ വന്നതാണ് ഏറ്റവും വലിയ വേദവാക്യം എന്ന് പറഞ്ഞാൽ, ജഡ്ജിമാർക്കെതിരായി വാസ്തവത്തിൽ തെറ്റായ, ബോധപൂർവം തെറ്റായ ചിത്രവും കാട്ടി വാർത്തകൾ എന്നുള്ള നിലയിൽ ചില നുണപ്രചരണം നടത്തിയതിന്റെ പേരിൽ ഇന്ത്യയുടെ സുപ്രീം കോടതി 10 കോടി രൂപയുടെ മാധ്യമങ്ങളെ വിശ്വാസമെടുക്കാൻ കഴിയില്ല എന്നതാണ്. ഏതായാലും തെരഞ്ഞെടുപ്പിലേക്ക് നമ്മൾ അതിന്റെ സജീവതയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. രാഷ്ട്രീയം സൈന്യത്തെക്കുറിച്ചും രാജ്യരക്ഷയെക്കുറിച്ചും പറയരുതെന്ന് പറയുമ്പോൾ സൈന്യവും രാജ്യരക്ഷയും തന്നെയാണോ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം എന്നതിലേക്ക് കൂടി പോവേണ്ടതുണ്ട്. ശ്രീ നിജേഷ് അരവിന്ദ്, ഇവിടെ ഇപ്പോൾ ഇതെന്തായാലും ഒരു പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് പരിപാടിയാക്കി വിഷയമാക്കി മാറ്റാൻ BJP തീരുമാനിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. എല്ലായിടത്തും അവർ പ്രസംഗിക്കുന്നത് ഇപ്പോൾ നമുക്കറിയാമല്ലോ, നേരത്തെ യെദ്യൂരപ്പ 22 ലോക്സഭാ സീറ്റ് കിട്ടുമെന്ന് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത് ഇതിൻ്റെ പിൻബലത്തിലാണ്. തുടർന്ന് അങ്ങോട്ട് എല്ലായിടത്തും ഇപ്പോൾ അമിത്ഷാ പോലും കണക്കുകൾ അടക്കം വെച്ച് പ്രസംഗിക്കുകയാണ്. അപ്പോൾ അവരുടെ അവകാശവാദം, അതിലെ വസ്തുതാ വിരുദ്ധത ചൂണ്ടിക്കാണിക്കുക എന്ന നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് തന്ത്രം, അപ്പോൾ ഇതിലൂന്നിയാണോ, ഇതാണോ പ്രധാനപ്പെട്ട അജണ്ട ഈ തെരഞ്ഞെടുപ്പിൽ? ആ ഒരു സൈന്യം എന്നതിലേക്ക് കൊണ്ടുവരാൻ BJPക്ക് കഴിഞ്ഞു, നിങ്ങൾക്ക് അതിൻ്റെ പിന്നാലെ പോവേണ്ടി വരികയും ചെയ്യുന്നു. ഞങ്ങൾ ഇന്നുവരെ ഈ ഒരു വിഷയത്തിന് തെരഞ്ഞെടുപ്പ് അജണ്ടയാക്കിയിട്ടില്ല. സർവകക്ഷി യോഗത്തിൽ ഞങ്ങൾ എടുത്ത നിലപാട്, അതിനുശേഷം ഇന്ന് വരെ എടുത്ത നിലപാട് വളരെ കൃത്യമാണ്, ക്രിസ്റ്റൽ ക്ലിയർ ആണ്. BJPയുടെ പ്രതിനിധി എന്ന് പറയുന്ന ചില കാര്യങ്ങളെ പറ്റി നിങ്ങൾ പറയാം. കോൺഗ്രസ് ആവശ്യപ്പെട്ടു ഇമ്രാൻഖാന് നൊബൽ സമ്മാനം കൊടുക്കാൻ വേണ്ടി എന്ന് അദ്ദേഹം 3 തവണ 4 തവണ പറഞ്ഞു. 5ാമത് താങ്കൾ അത് ചോദിച്ച സമയത്ത് അദ്ദേഹം ഡൈവേർട്ട് ചെയ്തു പോയി. ഇതാണ് കേരളത്തിലെ, ഇന്ത്യയിലെ BJPക്കാർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. എത്ര ഉത്തരവാദിത്വ ബോധമില്ലാത്ത രീതിയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം, കേരള കൗമുദിയിൽ ഏതോ ഒരാൾ CPM അനുഭാവി ഒരു കാര്യം എഴുതിയിട്ടുണ്ട്, അതാണ് വലിയ തെളിവ്. CPM ഏത് CPM അനുഭാവി? യെച്ചൂരി എഴുതിയോ അല്ലെങ്കിൽ കാരാട്ട് എഴുതിയോ? മൂന്നാമത് പറഞ്ഞത് 5 തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. ടൈംസ് നൗ 5 തെളിവുകൾ പുറത്തുവിട്ടിട്ടുണ്ട്. എന്ത് 5 തെളിവ്? ആർക്ക്? കേരളത്തിൽ, ഇന്ത്യയിലെ മാധ്യമങ്ങളാണ്. ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യം കൃത്യമായി ചോദിക്കുന്നു. വ്യോമസേന മേധാവി എണ്ണം പറഞ്ഞിട്ടുണ്ടോ? കരസേന മേധാവി എണ്ണം പറഞ്ഞിട്ടുണ്ടോ? അമിത്ഷാ എണ്ണം പറയുന്നു. ഇത് തമ്മിലുള്ള വൈരുദ്ധ്യമാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത്. ആ ചോദ്യത്തിന് നിങ്ങൾ കൃത്യമായി ഉത്തരം പറ. നരേന്ദ്രമോദി പറഞ്ഞു റഫേൽ ഉപയോഗിക്കാത്തത് കൊണ്ടാണ് നമ്മൾ പിറകോട്ട് പോയത്. ഞാൻ പറഞ്ഞതല്ല, ലോകത്തോട് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പറഞ്ഞതാ. റിലയൻസിന് കൊടുക്കാൻ, വളരെ പെട്ടെന്ന് കൊടുക്കാൻ കഴിയാത്തതിലുള്ള, പരാജയപ്പെട്ടതിലുള്ള ക്ഷീണം അദ്ദേഹം തീർത്തുകൊണ്ടിരിക്കുക. യെദ്യൂരപ്പ പറഞ്ഞു നമ്മൾക്കിത് മുതലെടുക്കാം. ശ്രീധരൻപിള്ള പറഞ്ഞ അതേ ഭാഷ തന്നെ പറയുന്നു, നമ്മൾക്ക് സൈന്യത്തെ വെച്ച് മുതലെടുക്കാം. ഞങ്ങൾ സൈന്യത്തോടൊപ്പമാണ്. 7 പതിറ്റാണ്ടായിക്കൊണ്ട് ഈ രാജ്യത്തിന്റെ രാജ്യസ്നേഹത്തെ, കോൺഗ്രസിന്റെ അല്ലെങ്കിൽ മറ്റ് കക്ഷികളുടെ രാജ്യസ്നേഹത്തിനെ ചോദ്യം ചെയ്യാൻ BJP, താങ്കളെ പോലെയുള്ള BJPക്കാർ ശ്രമിക്കുന്നത് തെറ്റാണ് എന്ന് മനസ്സിലാക്കുക. രാജ്യം ഒറ്റക്കെട്ടായി നിന്ന് നേരിട്ട ഒരു വിഷയത്തിനെ ഇങ്ങ് കന്യാകുമാരിയിൽ വന്ന് വലിയ പ്രചരണം നടത്തി തെരഞ്ഞെടുപ്പ് അജണ്ടയാക്കി വെക്കുക. അതിന്റെ പിറകെ ലോകം സഞ്ചരിക്കണം. ഇന്ത്യ രാജ്യത്തെ ഓരോ പൗരന്റെയും വൈകാരികമായ ഒരവസ്ഥയാണ് രാജ്യസ്നേഹം. അതിനെ മുതലെടുത്തുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ അങ്ങ് മുന്നോട്ട് പോകാം എന്ന ഒരു അജണ്ട BJP വെച്ചാൽ അതിനെ ശക്തമായി എതിർക്കാൻ ഒരു സംശയവും വേണ്ട കഴിയും. കാരണസഹിതം നിങ്ങൾ പറ. പാകിസ്ഥാൻ ഒരു മന്ത്രിയുടെ കൺഫെഷൻ ടോക്ക് തെളിവാണ്. ഏത് കൺഫെഷൻ ടോക്ക്? അവിടുത്തെ പാർലമെന്റിൽ വന്ന കാര്യം, അവിടുത്തെ പ്രമേയത്തിനെ കോൺഗ്രസ് നേതാവ് പറഞ്ഞതാണ് എന്ന് നിങ്ങൾ പറഞ്ഞാൽ അത് പല ആവർത്തി ഇവിടുത്തെ BJPക്കാരൻ മോഹനൻപിള്ള, ഇവിടെ സർക്കാർ പറയുന്നത് പൂർണ്ണ സ്വാതന്ത്ര്യം സേനയ്ക്കുണ്ട് എന്നാണ്. മറ്റെല്ലാ കാര്യവും സമ്മതിക്കുന്ന സേന തെളിവുകൾ പുറത്തുവിടാൻ ഭരണകൂടത്തിന്റെ പെർമിഷൻ വേണമെന്ന് പറയുന്നു. അങ്ങനെ ഒരു പെർമിഷൻ കൊടുക്കുന്നതിന് എന്തെങ്കിലും സാങ്കേതികമായ തടസ്സമുണ്ടോ? ലോകത്തിന് മുൻപിൽ പാകിസ്ഥാൻ ഭീകരതയുടെ താവളമാണെന്ന് സ്ഥാപിക്കാൻ കഴിയുന്ന അതിനിർണായകമായ തെളിവാണല്ലോ. അത് പുറത്തുവിടാനുള്ള സാങ്കേതികമായ എന്തെങ്കിലും ഒരു പ്രശ്നം ഇപ്പോൾ ഉണ്ടോ? എയർഫോഴ്സ് അത് ഗവൺമെൻറ് പെർമിഷൻ കിട്ടുമ്പോൾ തീർച്ചയായിട്ടും പുറത്തുവിടും. പുറത്തുവിട്ടേ പറ്റുള്ളൂ. ഇന്നല്ലെങ്കിൽ നാളെ, അതൊരു വസ്തുതയാണ്.
രണ്ടാമത് ഒരു കാര്യം ഞാനൊന്ന് സ്പഷ്ടമാക്കാൻ ഉദ്ദേശിക്കുകയാണ് ഈ ചാനലിൽ കൂടി. ഇപ്പോൾ നടക്കുന്ന ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യുദ്ധതന്ത്രത്തിൻ്റെ ഒരു ഭാഗമാണ് സൈക്കോളജിക്കൽ വാർഫെയർ എന്ന് പറയും. അതായത് സൈക്കോളജിക്കലായിട്ട് രണ്ട് കൂട്ടരുടെ ആൾക്കാരുടെ സോഷ്യൽ മീഡിയ ആണെങ്കിലും എല്ലാം അതിൻ്റെ പിന്നാലെ ഈ രാഷ്ട്രീയക്കാർ അതോറിറ്റിയാണ് എന്ന് പറഞ്ഞ് എല്ലാ രാഷ്ട്രീയക്കാരും കൂടെ പോകുന്നതിലുള്ള ദുഃഖമാണ് ശരിക്കും പറഞ്ഞാൽ എനിക്കിപ്പോൾ പറയാനുള്ളത്. രണ്ടാമത് ഇനി ഒരു കാലം ഇനിയും വരാൻ പോകുന്നതേ ഉള്ളൂ. ഇതുവരെയുള്ള കേട്ടിട്ടില്ലാത്ത ISJK കൂടി ജമ്മു ആൻഡ് കാശ്മീരിൽ ഓപ്പറേറ്റ് ചെയ്ത് കഴിയുമ്പോഴേ വീണ്ടും ഈ രാഷ്ട്രീയക്കാർ ഒന്നിച്ചു കൂടുകയുള്ളൂ. അതുവരത്തേക്കും എന്തെങ്കിലുമൊക്കെ ആക്ഷൻ വേണമെന്നുള്ള ഒരു കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഒരു കാരണവശാലും ഡിഫൻസ് ഫോഴ്സസിന് കിട്ടും, അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ്റും കൊടുക്കാൻ പോകുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ പുൽവാമ അറ്റാക്കിന് ശേഷം തീർച്ചയായിട്ടും ഈ ISJK എന്ന് പറയുന്ന ഒരു ടെററിസ്റ്റ് ഔട്ട്ഫിറ്റ് ഫ്ലാഗ് ഹോസ്റ്റിംഗ് നടത്തി ഇതിൻ്റെ ISISൻ്റെ. അതിനുശേഷമാണെങ്കിൽ സ്വന്തം മണ്ണിൽ ഇന്ത്യയുടെ മണ്ണിൽ നടത്തിയ ഫ്ലാഗ് ഹോസ്റ്റിങ്ങിന് പോലും അതിനെക്കുറിച്ചൊരു എൻക്വയറി നടത്തി ആരാണ് അതിനകത്ത് ഇൻവോൾവ് ആയതെന്ന് ഇന്ന് വരെ അതിനെക്കുറിച്ചിട്ട് ഒരു ഗവൺമെൻറ്റും ഇതിനൊരു തീരുമാനം എടുത്തില്ല, അല്ലെങ്കിൽ ഒരു ഫൈൻഡിങ്സ് നടത്തി അതിൻ്റെ ആൾക്കാരെ റെസ്പോൺസിബിളായിട്ടുള്ളവരെ അറസ്റ്റ് ചെയ്തില്ല. അതിന് റെസ്പോൺസിബിളായിട്ടുള്ളവരെ വർഷങ്ങളായിട്ട് ഞാൻ ഏത് ചാനലിൽ വന്നു കഴിഞ്ഞാലും ഞാൻ പറയുന്നത് ഈ സെപ്പറേറ്റിസ്റ്റുകളാണ് ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ളത്. അവരെ എല്ലാ രീതിയിലും രാഷ്ട്രീയക്കാർക്ക് ഐക്യം വേണമെന്നാണ്. പക്ഷേ തെളിവുകൾ പുറത്തുവിടുന്ന കാര്യത്തിലുള്ള അവ്യക്തത തുടരുന്നിടത്തോളം കാലം ഇക്കാര്യത്തിൽ രാഷ്ട്രീയ ആരോപണങ്ങൾക്കും പ്രത്യാരോപണങ്ങൾക്കുമുള്ള സാധ്യത ബാക്കി കിടക്കുമെന്ന് തന്നെ മനസ്സിലാക്കണം. കടുത്ത സമയപരിമിതി ഉണ്ട്. ശ്രീ B. ഗോപാലകൃഷ്ണനൊപ്പം തന്നെ സമ്പത്ത്, നിങ്ങളിലേക്ക് ഒരിക്കൽ കൂടി വരാൻ കഴിയാത്തതിൽ എനിക്ക് ഖേദമുണ്ട്. ചർച്ച അവസാനിപ്പിക്കാൻ നേരമായിരിക്കുന്നു.